Good afternoon. Good afternoon. Good afternoon, ma'am. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് എന്താണ് പവർ ഫെയിലിയർ കാരണമുണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല അല്ലെ? കുറച്ച് ഭാഗം എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, ഊണൊക്കെ കഴിച്ച എല്ലാവരും Yes, ma'am. കഴിച്ചു അല്ലെ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഓൾ മ്യൂട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് യൂണിവേഴ്സൽ ഡോണർ ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? ഗ്രൂപ്പ് നെഗറ്റീവ്. പിന്നെ അതുപോലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണ്? AB positive. AB പോസിറ്റീവ്. ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഒന്ന് രണ്ടെണ്ണം പറയാമോ? സീരിയസ് സർജറിക്ക് ശേഷം ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ, ലുക്കീമിയ, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, അതർ ക്യാൻസർ തെറാപ്പീസ് ട്രീറ്റ്മെന്റ് നടത്തുന്നു. അത് വായിച്ചിരുന്നു അല്ലേ? നിങ്ങൾക്കത് മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ലാസ്റ്റ് ജോബ് ക്ലാസ് തുടങ്ങിയിട്ട് കുറെ ടൈം ആയോ? ഇല്ല ബെറ്റി, ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ അന്ന് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ നമുക്കത് ഫുള്ളാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ തൊട്ട് തന്നെ പഠിപ്പിച്ചാൽ മതിയോ, അതോ ജസ്റ്റ് അതൊന്ന് അത് കംപ്ലീറ്റ് ചെയ്തതാണ് മിസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുറോട്ടാണ് എടുക്കുന്നത്. പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ ബാക്കിയുള്ളത് നോക്കണ്ടല്ലോ. അപ്പൊ അതൊന്നും തുടങ്ങാം കേട്ടോ നമുക്ക്. അപ്പൊ ശരി കേട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഞാനിവിടെ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. PDF ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ, നോട്ട്സുകൾ അയച്ചു തന്നിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ സ്പൈറൽ ചെയ്ത് സൂക്ഷിച്ചാൽ മതി കേട്ടോ, പ്രിന്റ് ഔട്ട് എടുത്തിട്ട്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാനില്ല, ഇതിപ്പോ നമുക്ക് തരുന്ന നോട്ട്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാമല്ലോ. അത് നമുക്ക് തുടങ്ങാം അല്ലെ? അടുത്തതാണ് നമ്മള് നോക്കുക. ഈ ഒരു പോർഷനോട് കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ശ്രദ്ധിക്കാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത്? ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. എന്താണ്? ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് നമ്മുടെ ബ്ലഡ് എക്സാം ഒബ്ജക്റ്റീവ് ഓർ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് 5 ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ എക്സാം, ഡിസ്ക്രിപ്റ്റീവ് അല്ല. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ട്രാൻസ്ഫ്യൂഷന്റെ സംവിധാനങ്ങള് ശരിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ആരാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അവർ ഉറപ്പാക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സംവിധാനം ശരിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം, നമ്മൾ തുടക്കമേ പറഞ്ഞു, ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് അല്ലെ? ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, ഏജ് ലിമിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം. അങ്ങനെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. അതുപോലെ ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് നടത്തണം, ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യണം. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത്തരത്തിലുള്ള ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ സംവിധാനം ശരിയായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, അതുപോലെ തന്നെ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. വെരിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വിലയിരുത്തുക ആണല്ലോ. എന്താണ്? ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ഈ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംഭവങ്ങളോ സാഹചര്യങ്ങളോ
എന്താണ് നാസി മാം ഒന്നുകൂടി പറയുമോ? ആദ്യം പറഞ്ഞ പോയിന്റ് ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സംവിധാനം അത് ശരിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ആരുറപ്പാക്കണം? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കണം. അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നുള്ളൂ, വെരിഫൈ ദ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, അതുപോലെ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. ഈ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പ്രതിപ്രവർത്തനങ്ങളും സംഭവിക്കാം. നമ്മുടെ ഒരു ഡോണറിൽ നിന്ന് ബ്ലഡ് മറ്റൊരാളിലേക്ക് പോകുന്ന സമയത്ത് സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ച് അവർക്കൊരു ഫോറിൻ ബ്ലഡ് ആണ് വരുന്നത്, അല്ലെ? അവരുടെ ബോഡിയുമായിട്ട് ഒന്ന് സെറ്റ് ആവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം, വലിയതല്ല. പക്ഷെ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അങ്ങനെ വല്ല സിറ്റുവേഷൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു ഫോമാണിത് ഇൻസിഡന്റ് ഫോംസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇൻസിഡന്റ് ഫോംസുകള് വെരിഫൈ ചെയ്യുക എന്നുള്ളതും ആരുറപ്പാക്കേണ്ടതാണ്? ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ പഠിച്ചതാണ്, അല്ലെ? രക്തപകർച്ച, അല്ലെ? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, അല്ലെ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ് മൊത്തം ഇത് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെന്താണ് ട്രാൻസ്ഫ്യൂഷൻ? ഒരു ഡൗട്ട് വന്നത്. അപ്പോ അത്തരത്തിലുള്ള ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തുന്നതാണ് ഇത് ഇൻസിഡന്റ് ഫോംസ്. അത്തരം ഇൻസിഡന്റ് ഫോംസുകളെ വിലയിരുത്തേണ്ടതും ആരുടെ ഫംഗ്ഷനാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷനാണ്. മനസ്സിലായല്ലോ? കാര്യം അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നീട് ഉള്ള മറ്റുള്ള ഇനി അവസരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ വരുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഇത്തരം ഇൻസിഡന്റ് ഫോംസ് വെരിഫൈ ചെയ്യുന്നത്, ഏത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെന്താ പറയുന്നത്? പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, അല്ലെ? അതായത് എല്ലാ റെക്കോർഡ്സുകളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ആര് ഉറപ്പാക്കണം? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്, അല്ലെ? ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡിന്റെ പ്രോഡക്റ്റ് മീൻസ് ബ്ലഡിന്റെ കമ്പോണൻസുകൾ അതെല്ലാം പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ? ആ ബ്ലഡ് ബാങ്കിനകത്ത് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ? അതുപോലെ ഷോർട്ടേജ് വല്ലതുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആര് ഉറപ്പാക്കണം? ആ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കണം. പിന്നെ എന്താ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഇസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ, അല്ലെ? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യേണ്ടത് ആരായിരിക്കണം? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അത്തരം ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്ക് പോലുള്ള ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയൂ മിസ്. മൂന്നാമത്തെ പോയിന്റ് ആണോ? പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ് കേട്ടോ. അതായത് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിന്റെ കമ്പോണൻസുകളായിട്ടല്ലേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അതെല്ലാം പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആര് ഉറപ്പാക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യമാണ്. കാരണം അവരുടെ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്ക് ആണ്. അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരുടെ ഒരു ഫംഗ്ഷനാണ്. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യേണ്ടത് വെൽ ട്രെയിനഡ് ആയിട്ടുള്ള അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. മനസ്സിലായോ? അതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളായിരിക്കണം. അത് ഉറപ്പാക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെന്താ പറയുന്നത്? മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്. നമുക്കറിയാം അല്ലെ, ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർ ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസുകളും ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ വകുപ്പ് തല പ്രശ്നങ്ങൾ കണ്ടെത്താനും അവയെ തിരിച്ചറിയാനും അവയ്ക്ക് വേണ്ട സൊല്യൂഷൻ കണ്ടെത്താനുമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ ആര് നടത്തണം? ആര് ഉറപ്പാക്കേണ്ട കാര്യമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യമാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. അതായത് ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് രക്തപകർച്ച പ്രതിപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതായത് ഇപ്പൊ സ്വീകരിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരികയോ അല്ലെങ്കിൽ അങ്ങനെ വല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം. ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അല്ലാണ്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ഇൻസിഡന്റ് ഫോംസ് ഉണ്ടായിരിക്കും. അത്തരം സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കും. അത് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് പോകണം.
ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്നുള്ളൂ കേട്ടോ അനില. കാരണം അതിന്റെ ഇടയ്ക്ക് ഒരാൾ സെക്കൻഡ് പോയിന്റ് ചോദിച്ച കാരണം കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. നോക്കൂ, മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ് എന്ന് പറഞ്ഞാൽ വകുപ്പ് തല പ്രശ്നങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനും അതിന് വേണ്ട പരിഹാരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ്സുകൾ അറേഞ്ച് ചെയ്യേണ്ടത് ആര് ചെയ്യേണ്ടതാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനായിട്ടും അവർക്ക് ഇഷ്യൂ ചെയ്യേണ്ട മീൻസ് ഫേസ് ചെയ്യേണ്ട പല ഇഷ്യൂസ് ഒക്കെ വന്നേക്കാം അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ കണ്ടെത്തണം. എന്നാലാണ് പിന്നീട് അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ. ഓരോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുമ്പോൾ അതിനൊക്കെ ഓരോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് പോകണം. എന്നിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം. അങ്ങനെ കുറെ കൂടി ഇമ്പ്രൂവ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആര് ചെയ്യണം? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം. ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസി. അതുപോലെ തന്നെ നിലവിലുള്ള ചില നയങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ചില പോളിസീസുകളിൽ നമ്മൾ ഒരു റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ചില കാര്യങ്ങൾ ആ നയം കറക്റ്റ് ആകുന്നില്ല, ആ രീതിയിൽ പോകുമ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ ആ നയത്തിൽ ചെറിയൊരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അതൊന്ന് റിന്യൂ ചെയ്യണം, റിവൈസ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ആര് ഉറപ്പാക്കേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതാണ്. ഒന്നുകൂടെ വായിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ to keep the proper system of blood transfusion protocol, verify the incident forms. എന്തുമായിട്ടുള്ള ഇൻസിഡന്റ് ഫോംസ് ആണ്? ദാറ്റ് റിലേറ്റഡ് ടു ദ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. പിന്നെ എന്താണ്? പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. ഇവിടെ ഒരു കുത്തോ കോമയോ ആവശ്യമുണ്ട് കേട്ടോ. ഒരു കുത്തിട്ടാ മതി, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്തതാണ് പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് കേട്ടോ. പിന്നെന്താണ്? പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഇസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. പിന്നെ മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്, ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. ബ്ലഡ് ബാങ്ക് എന്താണെന്നും അവിടെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിനി ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. പോവാലോ? നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാലോ? ഇത് വായിച്ചു നോക്കണം കേട്ടോ. തുടങ്ങല്ലേ പുതിയ ചാപ്റ്റർ? പുതിയ ചാപ്റ്റർ ഇനി കുഴപ്പമൊന്നുമില്ലാത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ശരിക്കും ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പോകേണ്ടിയിരുന്ന പോർഷൻ ആയിരുന്നു ഇത്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ആയിപ്പോയി. അപ്പൊ ഇന്നാണ് അതിപ്പോ തുടങ്ങാൻ പറ്റിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുമായിരുന്നു കേട്ടോ. അപ്പൊ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലുകളെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? എങ്ങനെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാം? എന്തിന്റെയൊക്കെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? എന്തൊക്കെയാണ് ഓരോ ക്ലാസിഫൈ ചെയ്യുന്ന എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. അതും അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ്. സിമ്പിൾ ആണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. There are different types of hospital and each type has its own characteristics, strength and limitations. ആണല്ലോ നമുക്കറിയാം അല്ലെ? പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ? ചെറിയ ഹോസ്പിറ്റലിൽ തൊട്ട് ചാപ്റ്റർ എത്രയാണോ? ചാപ്റ്റർ നമ്പർ 4. ശ്യാമ ചാപ്റ്റർ നമ്പർ 4 കേട്ടോ. അപ്പം പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ? അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉണ്ട്, പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. Owing to the variation in types, it is necessary to classify to understand its type. അപ്പൊ ഓരോന്നിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ചിട്ട് വേണം നമുക്ക് അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നോക്കൂ, ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ഓൺ ഫോളോയിങ് ബേസിസ്. ഹോസ്പിറ്റലിനെ നമുക്ക് എന്തിന്റെയൊക്കെ ബേസിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് 6 പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മുഴുവൻ പറയുന്നത്.
അപ്പൊ ആദ്യത്തെ എന്താണ്? ആദ്യം എന്തിന്റെ ബേസിലാണ്? സൈസ് അല്ലെ. സൈസ് എന്താണ്? വലിപ്പം. അപ്പൊ വലിപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കെട്ടിടത്തിന്റെ വലിപ്പമോ അതല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമ്മൾ വരും. ഒന്ന് സൈസ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത്? ലെവൽ ഓഫ് കെയർ. എന്താണ്? ലെവൽ ഓഫ് കെയർ, അതായത് പരിചരണത്തിന്റെ നില. ഓരോ ഹോസ്പിറ്റലും ഓരോ തരത്തിലുള്ള പരിചരണമാണ് അല്ലെ. അത് ഓരോ ഹോസ്പിറ്റലിന് സൗകര്യങ്ങൾ കൂടുതലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള കെയറിങ് കൊടുക്കാൻ പറ്റും. കുറവാണെങ്കിൽ അത്രയ്ക്കുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കെയറിങ് കൊടുക്കാൻ പറ്റും. ലെവൽ ഓഫ് കെയർ വ്യത്യാസമായിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലെവൽ ഓഫ് കെയർ കേട്ടോ, പരിചരണത്തിന്റെ നിലയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് കേട്ടോ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലും ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യൽ കെയർ ഉണ്ടായിരിക്കും. എല്ലാവരും അല്ല, അതൊക്കെ വരുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റിയിലോട്ടും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ വരുമ്പോൾ ഓരോ ഹോസ്പിറ്റൽസ് അവർ ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യൽ കെയർ ഉണ്ടാവും. ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ പേര് തന്നെ കേട്ടാൽ നമുക്കറിയാം കാർഡിയാക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവരൊരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയുക ഓർത്തോ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഓർത്തോ സംബന്ധമായിട്ടുള്ള എല്ല് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവര് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ അത്തരത്തില് ഓരോ സ്പെഷ്യാലിറ്റി, അതായത് ഓരോ ഹോസ്പിറ്റലും ഓഫർ ചെയ്യുന്ന ആ ഒരു സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടല്ലോ. അടുത്ത പോയിന്റ് എന്താണ്? ഓണർഷിപ്പ്. എന്താണത്? ഉടമസ്ഥാവകാശം. ഇത് നമുക്കറിയാലോ, ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ളതാകുമ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഇനി പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവര് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നില്ലേ? അപ്പൊ ആ ഒരു ഓണർഷിപ്പ് കേട്ടല്ലോ, ഉടമസ്ഥ അവകാശം. പിന്നെന്താ പറയുന്നത്? സിസ്റ്റം ഓഫ് മെഡിസിൻ. അത് നിങ്ങൾക്കറിയാം എന്താണ്? ചികിത്സാ സമ്പ്രദായം. നമ്മുടെ നാട്ടിൽ അലോപ്പതി ഉണ്ട്, ആയുർവേദം ഉണ്ട്, പിന്നെന്താ പറയാ ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്, അങ്ങനെ പല ചികിത്സാ രീതികളുണ്ട് അല്ലെ. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ലാസ്റ്റ് എന്താ പറയുന്നത്? ലെങ്ത് ഓഫ് സ്റ്റേ. എന്താണ്? ലെങ്ത് ഓഫ് സ്റ്റേ, താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ്? പേഷ്യന്റിന്റെ അല്ലെ, രോഗിയുടെ. ചില രോഗികൾക്ക് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോ കുറച്ച് ദിവസങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്നവരുണ്ടാവാം. ചില രോഗികളെ സംബന്ധിച്ച് കുറച്ചധികം എന്താ പറയാ കാലത്തോളം അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കും. അപ്പൊ ആ ഒരു ലെങ്ത് ഓഫ് സ്റ്റേ, ആ ഒരു കാലതാമസത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇത്രയും ബേസിന് നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ആ 6 ഫാക്ടേഴ്സ്? ഒന്ന് സൈസ്, 2 ലെവൽ ഓഫ് കെയർ, 3 ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, 4 ഓണർഷിപ്പ്, 5 സിസ്റ്റം ഓഫ് മെഡിസിൻ, അവസാനത്തെ 6ാമത്തെ എന്താണ്? ലെങ്ത് ഓഫ് സ്റ്റേ. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തം പറയുന്നത് കേട്ടോ. അതിൽ എന്തൊക്കെയാണെന്നും എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടും അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മുഴുവൻ പഠിക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പൊ നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ. ആദ്യത്തെ എന്താ പറയുന്നത്? സൈസ് അല്ലെ, വലിപ്പം. അപ്പൊ ഞാൻ എന്താണ് നസി ഒന്നുകൂടി മീനിങ് പറയുന്നു. എന്തിന്റെ മീനിങ് ആണ് പറയേണ്ടത്? എന്തായിരുന്നു? എന്തിന്റെ മീനിങ് ആണ്? നമ്മൾ പറഞ്ഞു തുടങ്ങുന്നുള്ളൂ കേട്ടോ. ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തരംതിരിക്കുക കേട്ടോ. ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? തരംതിരിക്കുക. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാല് ചികിത്സാ സമ്പ്രദായം, വൈദ്യശാസ്ത്ര രീതി. അലോപ്പതി ഇല്ലേ? അലോപ്പതി ഒരു ചികിത്സാ സമ്പ്രദായം അല്ലേ? ആയുർവേദം ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്, ഹോമിയോപ്പതി ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് അല്ലെ. പല പല ചികിത്സാ രീതികളില്ലേ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാലോ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷന് ആറാമത്തെ പോയിന്റ് ആണോ? ലെങ്ത് ഓഫ് സ്റ്റേ ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് താമസത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ. ചില പേഷ്യൻസിന് അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് നാള് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, അവര് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ അതിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് പറഞ്ഞപ്പോ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തന്നുള്ളൂ. അപ്പൊ വായിച്ചു വരുമ്പോൾ നമുക്ക് ക്ലിയർ ആകും കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. സൈസ് ആണ്, വലിപ്പം. ഞാൻ തുടക്കമേ പറഞ്ഞു, സൈസ് എന്ന് പറയുമ്പോൾ കെട്ടിടത്തിന്റെ വലിപ്പം ഇല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഷെർന 6th പോയിന്റ്സിന്റെ മീനിങ്?
മോളെ മീനിങ് എന്ന് പറയാൻ ലെങ്ത് ഓഫ് സ്റ്റേ ആണ്, താമസത്തിന്റെ ദൈർഘ്യം കേട്ടോ. പേഷ്യന്റിന് താമസിക്കുകയാണ്, അതായത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു സ്റ്റേ ഉണ്ടല്ലോ, താമസം, അതിന്റെ ദൈർഘ്യത്തിനനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് വരുന്നുള്ളൂ കേട്ടോ, വരുന്നുള്ളൂ. അടുത്തത് എന്താണ്? ഫസ്റ്റ് പറയുന്നത് സൈസ് ആണ് കേട്ടോ. എന്താണ് സൈസ് എന്ന് പറയുന്നത്? ഷർണ, ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മൾ അതിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകും കേട്ടോ. മോള് റെക്കോർഡ് ക്ലാസ് കാണണം. ഞാനത് ഒരു കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി തന്നെയാണ്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോർഷൻസ് ഒരു കാരണവശാലും നീങ്ങില്ല. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നോക്ക്, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, സൈസ്, വലിപ്പം. എന്താണ് ഉദ്ദേശിക്കുന്നത്? സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഇസ് ജനറലി മെഷേർഡ് ബൈ ദി നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ്. എന്താണ് പറയുന്നത്? സൈസ് എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ വലിപ്പമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയിട്ട് കിടന്ന് ചികിത്സിക്കുന്ന ആൾക്കാരെയാണ് അതെന്നുള്ളത്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. അഡ്മിറ്റഡ് പേഷ്യൻസ്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് എത്ര രോഗികളെ നമുക്ക് അവിടെ കിടത്തി ചികിത്സിക്കാൻ ഒരു സൗകര്യം ഒരുക്കാൻ പറ്റും? അങ്ങനെ എത്രത്തോളം ഇൻപേഷ്യന്റ് ബെഡ്സ് നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റും? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായില്ല? സൈസ് എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ വലിപ്പമല്ല കേട്ടോ. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഇസ് ജനറലി മെഷേർഡ് ബൈ ദി നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് കേട്ടോ. ഇൻപേഷ്യന്റ് ബെഡ്സിന്റെ എണ്ണമാണ് ഒരു ഹോസ്പിറ്റലിന് എത്ര ഇൻപേഷ്യൻസിന് അവിടെ അഡ്മിറ്റ് ചെയ്ത് കിടന്ന് ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം അവർക്ക് കൊടുക്കാൻ പറ്റും. എത്രത്തോളം ഇൻപേഷ്യന്റ് ബെഡ്സ് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. On the basis of size, a hospital can be classified as a small hospital, mid-sized hospital or a large hospital. എന്താണ്? അപ്പൊ ഈ ഒരു സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണത്? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ക്ലിയർ ആയല്ലോ? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽ. സൈസിനെ ബേസ് ചെയ്തിട്ട്, സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വായിക്കാം. എന്താണ് സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ? എന്താണ് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഇതിപ്പോ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് കൊടുത്തതെങ്കിലും നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് ഓർക്കാനും പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് വായിച്ചൊന്നും നോക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് വായിച്ച് ഞാൻ പോയിന്റ്സ് പറയാം കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽ എന്താ പറയുന്നത്? The hospital with the approximately 30 or less beds are generally recognized as small hospital. സൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ് ആണ്. അപ്പൊ ആദ്യം തന്നെ പറയുന്ന ആ ബെഡിന്റെ കണക്കാണ് ഇവിടെ പറയുന്നത്. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്? 30-30ൽ കുറവോ ഇൻപേഷ്യന്റ് ബെഡ്സ് ഉള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? 30-30ൽ കുറവോ, മാക്സിമം പോയാൽ 30, അത്രേ വരുള്ളൂ. അപ്പൊ 30-30ൽ കുറവോ ബെഡ്സുകളുള്ള ഇൻപേഷ്യന്റ് ബെഡ്സ് ഉള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് എന്ന് പറഞ്ഞത് 30 or less than 30. ജസ്റ്റ് അത്ര ഓർത്താൽ മതി. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കേട്ടല്ലോ? പിന്നെ എന്താ പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് എ ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. എന്താണ് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസിന് വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവും, പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഹൈലി എൻഡ് കെയർ കൊടുക്കാൻ പറ്റുമോ? വലിയൊരു പരിചരണം അവർക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമില്ലേ, ഹെൽത്ത് സെന്റർ, അതൊരു സ്മോൾ ഹോസ്പിറ്റലാണ് അല്ലെ? അതുപോലെ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്താണ്? സ്മോൾ ഹോസ്പിറ്റലാണ്. കാരണം എന്താണ്? അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. അപ്പൊ വലിയൊരു പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്താ പറയുന്നത്? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കേട്ടോ. എന്താണ്? ലിമിറ്റഡ് റിസോഴ്സസ്. എന്താണ് പോയിന്റ്? ലിമിറ്റഡ് റിസോഴ്സസ്. 2 പോയിന്റ് കിട്ടിയില്ലേ നമുക്ക്? മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത് നോക്കിയേ. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽസ്, എസ്പെഷ്യലി ഇൻ സബ് അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. നമ്മുടെ ഇന്ത്യയില് ഭൂരിഭാഗവും ഹോസ്പിറ്റൽ എന്ത് തന്നെയാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. പ്രത്യേകിച്ച് എവിടെയാണ്? സബ് അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്.
സബ് അർബൻ എന്ന് വെച്ചാൽ എന്താ? അർബൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ ഏരിയ അല്ലെ, അതായത് നല്ല സിറ്റി ആയിട്ടുള്ള ടൗൺ ആയിട്ടുള്ള ഏരിയാസ്. അപ്പൊ അതിന്റെ ഒരു ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഏരിയ, അതിന്റെ അകത്ത് വരില്ല, അതിന്റെ ഒരു അതിർത്തിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഏരിയാസ് ആണ് സബർബൻ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും അതുപോലെ തന്നെ റൂറൽ ഏരിയാസ്, ഗ്രാമീണ പ്രദേശങ്ങൾ ഉണ്ടാവില്ലേ, അപ്പൊ അവിടെയൊക്കെ എന്താണ് ഏറ്റവും കൂടുതലുള്ളത് എന്ത് തന്നെയാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളാണ് അല്ലെ. അപ്പൊ എന്താണ് എൻഡ് കെയർ മീനിങ് ഒന്ന് പറയാമോ? എൻഡ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി എൻഡ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഏറ്റവും കൂടിയ നിലവാരത്തിലുള്ള ശ്രദ്ധ, ഏറ്റവും കൂടിയ നിലവാരത്തിലുള്ള ഒരു പരിചരണം, ഇതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞു, ക്ലിയർ ആയില്ലേ? പിന്നെ എന്താ പറയുന്നത്? മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് എന്ത് തന്നെയാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. സബ് അർബൻ ഏരിയസിനകത്ത് പറയേണ്ട മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് കേട്ടല്ലോ. അടുത്തത് എന്താ പറയുന്നത്? ഇറ്റ് ഈസ്, അപ്പം നമ്മൾ എത്ര പോയിന്റ്സ് പറഞ്ഞു? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പകുതി ക്ലിയർ ആയില്ലേ മോളെ? ഓക്കെ. അടുത്തത് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ to outsource various services such as laboratory, radiology and pharmacy. എന്താണ് പറയുന്നത്? അവിടെ ഒരു മെയിൻ നിങ്ങൾക്ക് അറിയണം, ഔട്ട്സോഴ്സ് അല്ലെ. എന്താണ് ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് എഴുതി കൊടുക്കണെന്നെയാണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ അത്തരം സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ആ സൗകര്യങ്ങൾ ലഭിക്കുന്ന പുറത്തെവിടെയെങ്കിലും അത് എഴുതി കൊടുക്കും. ഒരു ക്ലിനിക്കിൽ പോയി വിചാരിക്കാം, ക്ലിനിക്കിൽ പോയി കഴിയുമ്പോൾ നമ്മളോട് ഇപ്പം എന്താ പറയാ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും, ചിലപ്പോൾ ഒരു എക്സ്റേ എടുക്കാനൊക്കെ പറയും. ചിലപ്പോൾ അതിനുള്ള സൗകര്യം ആ ക്ലിനിക്കിൽ ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഔട്ട്സോഴ്സ് ചെയ്യും. പുറത്തുനിന്ന് ലാബ് ഉണ്ട്, ആ ലാബിൽ പോയിട്ട് നിങ്ങൾ ഇന്ന് ചെക്കപ്പ് ചെയ്യൂ എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പൊ എക്സ്റേ എടുക്കുകയാണെങ്കിൽ ലാബ് പറയും, ആ ലാബിൽ പോയിട്ട് എക്സ്റേ എടുത്തിട്ട് വരൂ. കാരണം എന്താ? അവിടെ ആ സ്ഥാപനത്തിന് അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഔട്ട്സോഴ്സ് ചെയ്യും. എന്ന് വെച്ചാൽ പുറത്തേക്ക് അവര് എഴുതി കൊടുക്കും. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ ടു ഔട്ട്സോഴ്സ് വാരിയസ് സർവീസസ് സച്ച് എസ് ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി. അതായത് സാധാരണ ഒരു സ്മോൾ ഹോസ്പിറ്റലിന്റെ രീതി എങ്ങനെയാണ്? അവര് ഇത്തരം സർവീസ്, എത്തരത്തിലുള്ള സർവീസസുകളാണ്? ലബോറട്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ റേഡിയോളജി അല്ലെ, എക്സ്റേ എടുക്കുക, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക, അങ്ങനെയുള്ള സർവീസസ്, അതുപോലെ ഫാർമസി, മെഡിസിൻ വാങ്ങുന്നത് അല്ലെ, അതൊക്കെ അവരെന്ത് ചെയ്യും? ഔട്ട്സോഴ്സ് ചെയ്യും. അതായത് മൂന്നാമത്തെ ചാപ്റ്റർ തീർന്നു മോളെ. നമ്മൾ ഓർഡറിലല്ല കേട്ടോ എടുക്കുന്നേ, ഞാൻ പറഞ്ഞില്ലേ, തുടക്കം പറഞ്ഞിരുന്നില്ലേ? നമുക്ക് ഓർഡറിലല്ല, ഞാനും നീൽറോസ് മിസ്സും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നത് കേട്ടോ. 35 ചാപ്റ്റേഴ്സ്, മിസ്സിന് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പൊ നമ്മളത് ഓർഡറിലായിരിക്കില്ല നമ്മൾ പോകുന്നത്, പക്ഷെ നമ്മള് എന്താ പറയാ, കവർ ചെയ്യുന്നുണ്ടോന്ന് നോക്കുക കേട്ടോ. ഔട്ട്സോഴ്സസ് മീനിങ് അമീന ഞാനിപ്പോ പറഞ്ഞു. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാല് മിസ്സ ഞാൻ കുഴപ്പമില്ല മോളെ, ഇപ്പോഴാണ് കയറിയെങ്കിലും കുഴപ്പമില്ല. ഇനിയുള്ള ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ, കേട്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയും. ഇടയിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇടയിൽ കയറി വന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ പുറത്തേക്ക് എഴുതി കൊടുക്കുക കേട്ടോ, പുറത്തേക്ക് എഴുതി കൊടുക്കുക. അപ്പൊ ഈ ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി, അതുപോലെ ഫാർമസി, അങ്ങനെയുള്ള സേവനങ്ങൾ എന്ത് ചെയ്യും? ഇത്തരം ഹോസ്പിറ്റലിൽ പുറത്തേക്ക് എഴുതി കൊടുക്കും. കാരണം ആ സ്ഥാപനത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അവരിപ്പോ ഒരു എക്സ്റേ എടുക്കണം, ഒരു സ്കാൻ എടുക്കണം, അവർ പറയും പുറത്തു പോയി ചെയ്യാൻ പറയും. അവർ എഴുതി തരും, നമുക്ക് പുറത്തു പോയി ചെയ്യാൻ പറയും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എമർജൻസി കെയർ, intensive care and surgical care facilities are usually at a very basic level in small hospitals. എന്താണ് പറയുന്നത്? അതായത് അടിയന്തര പരിചരണം അല്ലെ, എമർജൻസി കെയറും അതുപോലെ ഇന്റൻസീവ് കെയർ, തീവ്ര പരിചരണം ആയിക്കോട്ടെ, സർജിക്കൽ കെയർ ഫെസിലിറ്റീസ്, അതായത് ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ എന്തായിരിക്കും? അറ്റ് എ വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ. ഏറ്റവും ബേസിക് ലെവലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഏറ്റവും താഴ്ന്ന തലത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം എന്താ? അതിനുള്ള റിസോഴ്സസ് മാത്രമേ അവിടെ ഉള്ളൂ. മനസ്സിലായിട്ടോ? അപ്പൊ നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ഒന്ന് പറഞ്ഞ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ബെഡ്സിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ, 30 അല്ലെങ്കിൽ ലെസ് ദാൻ 30 പോയിന്റ് കിട്ടിയല്ലോ. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പൊ നമുക്ക് ഓർത്താൻ കിട്ടും എന്താണ്? പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഒരു പോയിന്റ് കിട്ടി. അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽസ്. ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞു റിസോഴ്സസ് കുറവായത് കൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു പോയിന്റ് കിട്ടും. എന്താണ്? അവർക്ക് ദേ ഡു നോട്ട് ഓഫർ ദ ഹൈലി എൻഡ് കെയർ. ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെന്താ പറഞ്ഞത്? അവര് ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലിനിക്കൽ സേവനങ്ങൾ അവരെന്ത് ചെയ്യും? ഔട്ട്സോഴ്സ് ചെയ്യും. പുറത്തേക്ക് അവര് എഴുതി കൊടുക്കും.
പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, എമർജൻസി കെയർ ആയിക്കോട്ടെ, ഇന്റൻസീവ് കെയർ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്തായിരിക്കും, അറ്റ് വെരി ബേസിക് ലെവലായിരിക്കും അല്ലെ. അറ്റ് വെരി ബേസിക് ലെവലിലായിരിക്കും സ്മോൾ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പോയിന്റ്സ് കിട്ടിയല്ലോ. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതോടെ വേണമെങ്കിൽ വായിക്കണോ? അത് നിങ്ങൾ വായിച്ചോളില്ലേ. അടുത്ത് നമുക്ക് പോവാം മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് കേട്ടോ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് അതെങ്ങനെ നമ്മൾ പറയുന്നത്, മിഡ് സൈസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി ഏകദേശം ഒരു മീഡിയത്തിൽ വരുന്നതാണ്. അതായത് സ്മോൾ ഹോസ്പിറ്റലിനും ലാർജ് ഹോസ്പിറ്റലിന്റെ ഇടയിൽ വരുന്ന ആൾക്കാരായിട്ട്. അപ്പൊ നമ്മളത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുക. ഇന്റൻസീവ് കെയറോ, തീവ്രപരിചരണം. ഇന്റൻസീവ് കെയർ മീനിങ് തീവ്രപരിചരണം. ICU എന്ന് കേട്ടിട്ടില്ലേ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, തീവ്രപരിചരണ വിഭാഗം. അപ്പൊ എന്താണ് പറയുന്നത്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് നോക്കാം. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ടിപ്പിക്കലി ഹാവിംഗ്, ടെക്സ്റ്റ് പേപ്പറിൽ കയറാൻ പറ്റില്ല അത്. Mid-sized hospitals typically having 30 to 100 beds are also very popular in India. മിഡ് സൈസിൽ വരുമ്പോ ആദ്യത്തെ പോയിന്റ് എന്താ, നമ്മൾ സ്മോളിൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, നമ്പർ ഓഫ് ബെഡ്സ് ആയിരുന്നു. 30 or less than 30. മിഡിലോട്ട് വരുമ്പോ എങ്ങനെയാണ്, 30 to 100. അപ്പൊ ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ, 30 to 100 ബെഡ്സ് ഓർത്താൽ മതി കേട്ടോ. അതും എന്താണ്, ഇന്ത്യയിൽ പോപ്പുലർ ആണ്, ധാരാളമായിട്ടുണ്ട് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. They have more resource than കമ്പയർ ചെയ്താ പറഞ്ഞത്. ഡാൻ ആണ്, THAN ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നേ. They have more resource than small hospitals and are better equipped to provide complex services. എന്താണ് പറയുന്നത്, ഞാൻ പറഞ്ഞു അല്ലെ, കമ്പയർ ചെയ്തിട്ട് നമ്മളിവിടെ പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽസിൽ എങ്ങനെയായിരുന്നു, ലിമിറ്റഡ് റിസോഴ്സ് ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയണേ, മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ. അങ്ങനെ പറഞ്ഞൂടെ, സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടെ കൂടിയ റിസോഴ്സസ് ഇവർക്കുണ്ട്. പോയിന്റ് കിട്ടിയല്ലോ. പിന്നെ എന്താ പറയുന്നത്, however they are not so comprehensive as large hospitals. രണ്ടും കമ്പയർ ചെയ്താ പറയുന്നത്. ഒന്നെന്താ പറയുന്നത്, സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടെ റിസോഴ്സ് ഉണ്ട്. അതേസമയം എന്താണ്, നോട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ലാർജ് ഹോസ്പിറ്റൽ. ലാർജ് ഹോസ്പിറ്റലിനെ പോലെ സമഗ്രവുമല്ല. മിഡാണ് അല്ലെ, മിഡാണ്, ഇടയിൽ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി, മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് നോട്ട് കോംപ്രിഹെൻസീവ് ദാൻ ലാർജ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയല്ലോ. അടുത്ത് എന്താ പറയുന്നത്, they generally offer reasonable level of emergency and intensive care and will have most of the clinical support service such as diagnostics as in-house service. എന്താണ് പറയുന്നത്, അതായത് അവിടെ നമ്മൾ പറഞ്ഞു എമർജൻസി കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ എന്താ ഇന്റൻസീവ് കെയർ ആയിക്കോട്ടെ, അതെല്ലാം അറ്റ് വെരി ബേസിക് ലെവലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ, ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് കുറച്ചുകൂടെ റീസണബിൾ ലെവലാണ് അല്ലെ, ഒരു ന്യായമായ തരത്തിലുള്ള ഒരു നിലവാരമുണ്ട്. അപ്പൊ ആ റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി കെയർ ആൻഡ് ഇന്റൻസീവ് കെയർ ആണ് എവിടേക്ക് വരിക, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിനകത്തോട്ട് വരിക. പിന്നെന്താ പറയുന്നത്, ആൻഡ് വിൽ ഹാവ് മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് സച്ച് ആസ് ഡയഗ്നോസ്റ്റിക്സ് ആസ് ഇൻ ഹൗസ് സർവീസ്. പിന്നെ നമ്മൾ അവിടെ ഒരു പോയിന്റ് പറഞ്ഞു അല്ലെ, അവര് എല്ലാ ക്ലിനിക്കൽ സർവീസ് എന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ, പുറത്തേക്ക് അങ്ങ് എഴുതി കൊടുക്കും. പക്ഷെ ഇവിടെ വരുമ്പോ എന്താന്നാ പറഞ്ഞത്, ഡയഗ്നോസ്റ്റിക്സ് പോലെയുള്ള, അതായത് രോഗനിർണയം പോലെയുള്ള സർവീസസുകൾ, ക്ലിനിക്കൽ ആയിട്ടുള്ള സർവീസസുകൾ അവരെന്ത് ചെയ്യുന്നു, ഇൻഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൽ തന്നെ അവർ ലഭ്യമാക്കും. എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്സോഴ്സ് ചെയ്യില്ല. ക്ലിനിക്കൽ സർവീസുകൾ അവര് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരുന്നില്ല. കാര്യം എന്താ, അവർക്ക് കുറച്ചും കൂടി റിസോഴ്സസ് ഉണ്ട്. സോ അവര് അത് ഇൻഹൗസ് സർവീസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അതേസമയം മിഡ് സൈസ്ഡ് എന്താണ്, നോൺ ക്ലിനിക്കൽ സർവീസ്, ക്ലിനിക്കൽ സർവീസ് അവരെന്ത് ചെയ്യും, ഇൻഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കും, അവിടെ തന്നെ ലഭ്യമാക്കും. അതേസമയം നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സർവീസസ് ആണ് അവരെന്ത് ചെയ്യുക, ഔട്ട്സോഴ്സ് ചെയ്യുക. എന്തൊക്കെയാണ് നോൺ ക്ലിനിക്കൽ സർവീസസ് എന്ന് പറയുന്നത്, ഫുഡ് സർവീസ് ഉണ്ട്, ലോണ്ടറി ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട് അല്ലെ. ചില ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയ ഫുഡ് ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണം, അതല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് പോയി കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതൊന്നും നമുക്ക് ചിലപ്പോൾ അവിടെ ലഭ്യമാകുന്നില്ല. അപ്പൊ അവിടെ ഓർക്കേണ്ട പോയിന്റ് എന്താണ്, ക്ലിനിക്കൽ സർവീസ് അവര് ഇൻഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കും. പക്ഷെ നോൺ ക്ലിനിക്കൽ സർവീസ് ലൈക്ക് നമ്മുടെ ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് അതെല്ലാം തന്നെ അവരെന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും. ഓക്കെ, യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പോയിന്റ് കമ്പയർ ചെയ്ത് പറയാം. നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിലെ പോയിന്റ്സ് ഇല്ലേ, അതെന്നെ ഇവിടെ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. അവിടെ 30 or less than 30 ബെഡ്സ്, ഇങ്ങോട്ട് വരുമ്പോഴോ 30 to
100 ബെഡ്സ്. എന്നാൽ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഇങ്ങോട്ട് വരുമ്പോഴോ മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ. കിട്ടിയല്ലോ പോയിന്റ്. പിന്നെ മൂന്നാമത്തെ എന്താ പറഞ്ഞത്, അതിൽ തന്നെ നമുക്കൊരു പോയിന്റ് ഉണ്ടായിരുന്നു. സ്മോൾ ഹോസ്പിറ്റൽ എന്താണ്, ദേ ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. കാരണം എന്താ, ലിമിറ്റഡ് റിസോഴ്സ് അല്ലേ ഉള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴോ ദേ ഓഫർ റീസണബിൾ ലെവൽ ഓഫ് എൻഡ് കെയർ, അല്ലെ, റീസണബിൾ ലെവൽ ഓഫ് കെയർ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എമർജൻസി കെയറും മറ്റേ എന്താ പറയാ ഇന്റൻസീവ് കെയർ ഒക്കെ വെരി ബേസിക് ലെവൽ. ഇവിടെ വരുമ്പോഴോ റീസണബിൾ ലെവലാണ്. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞു അവര് ക്ലിനിക്കൽ സർവീസസ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഇങ്ങോട്ട് വരുമ്പോഴോ ക്ലിനിക്കൽ സർവീസ് അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് അവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്, നോൺ ക്ലിനിക്കൽ സർവീസസ് ആണ് അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ പോയിന്റ്സ് ആയിട്ട് ഓർത്താൽ മതി. നമുക്ക് ഒന്നുകൂടെ വായിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കൊണ്ട് ക്ലിയർ ആവും. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് കുറച്ച് സ്പീഡിൽ വായിക്കും കേട്ടോ. Mid-sized hospitals typically having 30 to 100 beds are also very popular in India. They have more resources than small hospitals and are better equipped to provide the complex services. കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ചും കൂടെ റിസോഴ്സസ് ഉണ്ടല്ലോ അവർക്ക്, സൗകര്യങ്ങൾ ഉണ്ട് അവർക്ക്. However, they are not so comprehensive as large hospitals. They generally offer reasonable level of emergency and intensive care and will have most of the clinical support service like diagnostics as in-house service. Non-clinical services such as food service, laundry, housekeeping, etc. are usually outsourced in a mid-sized hospital. Clear ആയല്ലോ? ഇനി നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അടുത്തയിലേക്ക് നമുക്ക് പോകാം. ലാർജ് ഹോസ്പിറ്റൽസ്. എന്താണ് ലാർജ് ഹോസ്പിറ്റൽസ്? എന്താണ് പറയുന്നത്, ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ലാർജ് ഹോസ്പിറ്റൽസ്. പറഞ്ഞാല് ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അവിടെ നമ്പർ ഓഫ് ബെഡ്സ് വെച്ചിട്ടല്ലേ പറഞ്ഞത്. ലാർജ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ എന്താണ്, മോർ ദാൻ 100 ബെഡ്സ്, അതായത് 100 ബെഡുകളെക്കാളും കൂടുതൽ ഉണ്ടായിരിക്കും. 100-നേക്കാളും കൂടുതൽ ഇൻപേഷ്യന്റ് ബെഡ്സ് അവർക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ബെഡ്സ് ആണ് കേട്ടോ ആദ്യത്തെ പോയിന്റ്. പിന്നെ എന്താ പറയുന്നത്, വെരി ഓഫൺ ദീസ് ഹോസ്പിറ്റൽസ് ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ്. അവരുടെ സർവീസസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കെയറിങ് എങ്ങനെയായിരിക്കും, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി രീതിയിലായിരിക്കും, അല്ലെ. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുക, സൂപ്പർ സ്പെഷ്യാലിറ്റി, ആ ലെവലിലുള്ള സർവീസസുകളായിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുക. കാര്യം എന്താ, പ്ലെന്റിഫുൾ റിസോഴ്സസ്, അല്ലെ. ലാർജ് ഹോസ്പിറ്റൽസ് ഹാവ് പ്ലെന്റിഫുൾ റിസോഴ്സസ്. അതാണ് അവിടുത്തെ പോയിന്റ്. ആദ്യത്തെ സ്മോൾ റിസോഴ്സ് ലിമിറ്റഡ് റിസോഴ്സ്, മിഡിലോട്ട് വന്നപ്പോ എന്താണ്, മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ, ലാർജിലോട്ട് വരുമ്പോഴാണ് പ്ലെന്റിഫുൾ റിസോഴ്സസ്, അല്ലെ. ധാരാളമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ലാർജ് ഹോസ്പിറ്റൽസ് ഹാവ് പ്ലെന്റിഫുൾ റിസോഴ്സസ് ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസ്. തീർച്ചയായിട്ടും റിസോഴ്സസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ പേഷ്യൻസിനെ, അല്ലെങ്കിൽ പ്ലെന്റിഫുൾ എന്ന് വെച്ചാൽ ധാരാളമായിട്ട് കേട്ടോ. പ്ലെന്റിഫുൾ മീൻസ് ധാരാളമായിട്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പൊ എന്താണ്, കൂടുതൽ ആളുകൾ, കൂടുതൽ രോഗികളെ ചികിത്സിക്കാനും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. കാര്യം എന്താ, പ്ലെന്റിഫുൾ റിസോഴ്സസ് ഉണ്ട്, ധാരാളമായിട്ടുള്ള സൗകര്യം അവർക്കുണ്ട്. They typically have completely developed ICU, that means intensive care unit, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, എമർജൻസി കെയർ യൂണിറ്റ്സ് ആൻഡ് ഓൾ അതർ ക്ലിനിക്കൽ സപ്പോർട്ട് യൂണിറ്റ്സ് സച്ച് എസ് ലബോറട്ടറി ആൻഡ് റേഡിയോളജി. 2 ലബോറട്ടറി വന്നിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം മതി നമുക്ക്. അതെന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ലബോറട്ടറി ആൻഡ് ലബോറട്ടറി ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലബോറട്ടറി ആൻഡ് റേഡിയോളജി കേട്ടോ. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യണോ, എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യണോ, വേണ്ട, എല്ലാം അവിടെ ലഭ്യമാണ്. കാരണം എന്താ, അത്രയും പ്ലെന്റിഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹൈലി എൻഡ് കെയർ അവർക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെന്താണ്, അവർക്ക് എന്താ പറയാ, അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ എബോവ് 100 ആയിരിക്കും അവരുടെ ഇൻപേഷ്യന്റ് ബെഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മളെ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയായിരുന്നു, സ്മോൾ ഹോസ്പിറ്റൽ വന്നു, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ വന്നു, ലാർജ് ഹോസ്പിറ്റൽസ് വന്നു. ഓരോന്നിന്റെ പോയിന്റ്സ് നമുക്ക് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോയാലോ, അടുത്തയിലോട്ട് പോവാം. അടുത്തയിലോട്ട് പോവാം കേട്ടോ.
അപ്പൊ നമ്മൾ സൈസ് എന്ന് പറയുന്ന ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ഫാക്ടറിലേക്ക് നോക്കുകയാണ്. അതാണ് എന്ത്? ലെവൽ ഓഫ് കെയർ. എന്താണ് ലെവൽ ഓഫ് കെയർ കേട്ടോ? പരിചരണത്തിന്റെ നില, പരിചരണത്തിന്റെ നിലവാരം അല്ലെങ്കിൽ പരിചരണത്തിന്റെ നില. എന്താണ് പറയുന്നത്? അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽസ് ഈസ് ലെവൽ ഓഫ് കെയർ വിച്ച് ആർ ബേസിക്കലി 3: പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. അതായത് ലെവൽ ഓഫ് കെയർ അല്ലെങ്കിൽ പരിചരണത്തിന്റെ നിലയ്ക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ 3ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണത്? പ്രൈമറി കെയർ അല്ലെ, പ്രാഥമിക പരിചരണം. പിന്നെന്താ? സെക്കൻഡറി കെയർ അഥവാ ദ്വിതീയ പരിചരണം. പിന്നെന്താ? ടെർഷ്യറി കെയർ അഥവാ തൃതീയ പരിചരണം. അങ്ങനെ 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ ആളെ നമുക്ക് നോക്കാം. പ്രൈമറി കെയർ, പ്രാഥമിക പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റൽ. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് എന്തിനെ കൊണ്ടുവരാം? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ. ഞാൻ ഇത് ചാപ്റ്റർ ഏതാണെന്നോ ഞാനിപ്പോൾ ചാപ്റ്റർ 4 ആണ് കേട്ടോ. ചാപ്റ്റർ 4 ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ചാപ്റ്റർ നമ്പർ 4 കേട്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ നോക്കി, പ്രൈമറി കെയർ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കേണ്ടത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഓർക്കാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലേ? നമ്മുടെ നാട്ടിലെ ഓരോ വാർഡിലേക്കായിട്ടും ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടാവും അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടാവും. അത് മനസ്സിലാലോചിച്ചാൽ മതി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്? The hospitals that provide basic medical care, basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. എന്താണ് പ്രൈമറി കെയർ? പ്രാഥമിക പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പ്രൈമറി കെയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ. എന്തൊക്കെയാണ് ബേസിക് മെഡിക്കൽ കെയർ എന്ന് പറയുന്നത്? ഒന്ന്, ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അല്ലെ, OP. പുറത്തുനിന്ന് രോഗികളെ വരുന്നു, ഡോക്ടറെ കാണുന്നു, അവര് മരുന്ന് മേടിച്ചു പോകുന്നു, അതുണ്ട്. പിന്നെന്താ? വാക്സിനേഷൻ. നമുക്കറിയാം അല്ലെ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാം വാക്സിനൊക്കെ എനിക്ക് തോന്നുന്നു 15 വയസ്സ് വരെയുള്ള അല്ലെ, കുട്ടികൾക്ക് 15 വയസ്സാവുന്നവരെയുള്ള എല്ലാ വാക്സിനേഷൻസും നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അവൈലബിൾ ആണ് അല്ലെ, സൗജന്യമായിട്ട് തന്നെ കൊടുക്കും. അപ്പൊ അങ്ങനെ അത്തരം വാക്സിനേഷൻ അതൊക്കെ ബേസിക് മെഡിക്കൽ കെയർ ആണ്. പിന്നെന്താണ്? മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്. ആ എയിൽമെന്റ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. എയിൽമെന്റ് എന്ന് പറഞ്ഞാല് അസുഖം എന്നാണ് അർത്ഥം. AILMENT. എയിൽമെന്റ് ഒരു പുതിയ വേർഡ് ആണല്ലോ, നിങ്ങളുടെ വൊക്കാബുലറിയിലേക്ക് എടുത്തു വെച്ചോളൂ. എയിൽമെന്റ്. എയിൽമെന്റ് എന്താണ് അർത്ഥം? അസുഖം ട്ടോ, രോഗം എന്നുള്ള അർത്ഥമാണ്. അതെ, കറക്റ്റ് ആണ് കേട്ടോ ആർപ്പിയ. അപ്പം സിമ്പിൾ എയിൽമെന്റ് ഓർ സീസണൽ ഇൻഫെക്ഷൻ. സാധാരണ നമുക്കൊരു സീസണൽ ഇൻഫെക്ഷൻ പറഞ്ഞ എന്താ? പനി, ചുമ, അങ്ങനെയൊക്കെ വരില്ലേ നമുക്ക്? അപ്പൊ അത്തരം കാര്യങ്ങൾ അതിനൊക്കെ ബേസിക് മെഡിക്കൽ കെയർ കിട്ടാനായിട്ട് അങ്ങനെ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്, പ്രൈമറി കെയർ ആണ് അല്ലെ. പിന്നെന്താ? നോർമൽ ഡെലിവറീസ്, സുഖപ്രസവം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും സുഖപ്രസവം എന്ന് പറയുന്നത് എന്താ? ഹെൽത്ത് സെന്ററിലൊക്കെ പോയി ആരെങ്കിലും നോർമൽ ഡെലിവറി നടത്തുന്നുണ്ടെന്ന്. പക്ഷെ അന്നല്ല, പണ്ടത്തെ ഒരു കാലഘട്ടം സുഖപ്രസവം എന്ന് പറയുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമുക്ക് പ്രൈമറി കെയർ എന്ന് പറയുന്നത്. കേട്ടോ, നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് സെന്റർ ഓർക്കാൻ മതി. അത് നല്ലൊരു എക്സാമ്പിൾ ആണ്. വലിയ നമുക്കിപ്പോ ഒരു സാധാരണ ഒരു ചുമ, പനി ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ പോകാം അല്ലെ. അവിടെ പോയി അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. പിന്നെ കുറച്ചുകൂടെ സിവിയർ ആയിട്ടൊക്കെ വരുന്ന കേസാണ് നമുക്ക് ചിലപ്പോ വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഷുഗർ ചെക്ക് ചെയ്യുക, വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, അവർക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി ബ്ലഡ് പ്രഷർ നോക്കുക, അങ്ങനത്തെ ഒക്കെ ടെസ്റ്റിങ്ങുകളൊക്കെ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ കിട്ടും. അപ്പൊ നോക്കൂ, അത് തന്നെയാണ് അടുത്തത് പറയുന്നത്. ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് പ്രൈമറി കെയർ. ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യം. നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് എക്സാമ്പിൾ നോക്കി കാണുന്നത്. അപ്പൊ ഗവൺമെന്റ് സിസ്റ്റത്തിൽ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ അഥവാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്താണ്? പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. അറിയാലോ, പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്? സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സ് അല്ലെ, പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൂ അവിടെ. അത്യാവശ്യമായിട്ട് ഒരു ബേസിക് മെഡിക്കൽ കെയർ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കണോ? ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, പെട്ടെന്ന് വായിക്കാം. ദ ഹോസ്പിറ്റൽസ് that provide basic medical care such as outpatient consultation, that means OP, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called primary care hospitals. In government system,
ദ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അഥവാ PHC PHC എന്ന് കണ്ടാൽ ഓർത്തോണം പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ദ പ്രൈമറി കെയർ ആൻഡ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അടുത്ത എന്താണ്? സെക്കൻഡറി കെയർ, ദ്വിതീയ പരിചരണം. അപ്പൊ നമ്മൾ നേരത്തെ മിഡ് സൈസ് പറഞ്ഞപ്പോ സ്മോൾ ഹോസ്പിറ്റലായിട്ട് കമ്പയർ ചെയ്താണ് പറഞ്ഞത്, അതുപോലെ തന്നെ ഇവിടെ കമ്പയർ ചെയ്ത് പറയാം കേട്ടോ. സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് ഓഫർ മെഡിക്കൽ കെയർ വിച്ച് ഇസ് 1 level higher than primary care. 1 level higher than primary care. പ്രൈമറി കെയറിനേക്കാളും ഒരു പടി മുന്നിൽ അല്ലെ, ഒരു പടി മുന്നിൽ കൂടുതൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് ഇത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Such hospitals will offer treatment such as general surgery, non-complex specialty surgeries, basic intensive care clinical procedure, cesarean delivery, etc. അല്ലെ, അപ്പൊ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ നമുക്ക് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ജനറൽ സർജറി അല്ലെ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തത് ജനറൽ സർജറി. ഇപ്പൊ ഈ അപ്പൻഡിക്സിന്റെ ഒക്കെ സർജറി ചെയ്യാറില്ലേ, അതൊക്കെ ജനറൽ സർജറി വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് എന്ന് വെച്ചാൽ അതിസങ്കീർണമല്ലാത്ത എന്താ സ്പെഷ്യാലിറ്റി സർജറീസ്. ഇപ്പൊ ഈ ഡെന്റൽ റീസ്റ്റോറേഷനുമായിട്ട് പല്ല് സംബന്ധമായിട്ടൊക്കെ ചെയ്യുന്ന ചില മൈനർ സർജറീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലാക്രോസ്കോപ്പി ഒക്കെ ഉണ്ട്, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അതൊന്നും വലിയ സങ്കീർണമായിട്ടുള്ളതല്ല. അപ്പൊ അത്തരത്തിലുള്ള നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്. പിന്നെ എന്താ പറയുന്നത്? ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ. ഇന്റൻസീവ് കെയർ എന്ന് വെച്ചാൽ തീവ്രപരിചരണം. ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ രോഗിയുടെ എന്താ പറയാ ഇത് റെസ്പിറേറ്ററി റേറ്റ് നോക്കുക, അതിന്റെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുക, പിന്നെ എന്താ പറയാ ബ്ലഡിലുള്ള ഓക്സിജൻ അല്ലെ, ഓക്സിജൻ ലെവല് നോക്കുക, ചെക്ക് ചെയ്യുക, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെന്താ? സിസേറിയൻ ഡെലിവറി അല്ലെ, C സെക്ഷൻസ്. അതൊക്കെ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ എവിടെ കൊടുക്കും? നമ്മുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകൾ കൊടുക്കും. കേട്ടല്ലോ. ഇനി എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. പ്രൈമറി കെയറിന് എക്സാമ്പിൾ ഏതാ നമ്മൾ പഠിച്ചത്? PHC പറഞ്ഞു അല്ലെ, പ്രൈമറി ഹെൽത്ത് സെന്റർ. നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കാണാം. ഇൻ ഗവൺമെന്റ് സിസ്റ്റം, community health center, that means CHC, and divisional and district hospitals are considered as a secondary care level hospitals. അതായത് എന്താണ് എക്സാമ്പിൾ പറയുന്നത്? CHC അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. എന്താണ്? ജില്ലാ ആശുപത്രികൾ ഉണ്ടാവും അല്ലെ, ഡിസ്ട്രിക്ട്. അതുപോലെ ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്നും പറയാം കേട്ടോ. ഡിവിഷണൽ ഹോസ്പിറ്റലിനെ തന്നെയാണ് നമ്മൾ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ CHCക്ക് മുകളിലും അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, താലൂക്ക് ആശുപത്രികൾ, അതിന്റെ താഴെയായിട്ട് വരുന്ന അവരിടയിൽ കിടക്കുന്നതാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽ അഥവാ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് നമുക്കറിയാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ ഏകദേശം ഒരു 5 പ്രൈമറി ഹെൽത്ത് സെന്റർ വരും. ഓക്കെ, ഒരു 5 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ചേരുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് എക്സാമ്പിൾ? CHC, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണ് കൺസിഡേർഡ് ആസ് എ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ്. ഇനി എന്താ പറയുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ്ഡ്. അതെ, CHC ട്ടാ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ്ഡ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽസ് and can handle a large number of emergency cases. നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ. സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിനെ എന്താണ് പ്രൈമറി കെയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിസോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ലാർജ് നമ്പർ ഓഫ് മീൻസ് ഒരു പ്രൈമറി കെയറിനേക്കാൾ കുറച്ചും കൂടെ എമർജൻസി കേസസുകൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് CHC ആൻഡ് FHC. FHC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഹെൽത്ത് സെന്റർ ആണ് കേട്ടോ, കുടുംബാരോഗ്യ കേന്ദ്രം. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് mid-sized private hospitals described in earlier section generally offer second care. നമ്മൾ കഴിഞ്ഞൊരു സെക്ഷനകത്ത് എന്താണ് നമ്മുടെ സ്മോൾ ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസും പറഞ്ഞിരുന്നു അല്ലെ. അതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനകത്താണ് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്
ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ, സൈസിനെ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തില്ലേ, അത് ജനറലി ഓഫർ ചെയ്യുന്നത് സെക്കൻഡറി കെയർ ആണ് കേട്ടോ. അതായത് ദ്വിതീയ പരിചരണമാണ് അവര് നൽകുന്നത്. ക്ലിയർ ആയല്ലോ? FHC എന്ന് പറയുന്നത് സെക്കൻഡറി കെയർ ആണോ? അതെ അതെ അതെ, ഫാമിലി ഹെൽത്ത് സെന്റർ. അടുത്തത് അപ്പൊ സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക കേട്ടോ. ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് ഓഫർ മെഡിക്കൽ കെയർ വിച്ച് ഇസ് 1 level ഹയർ ദാൻ പ്രൈമറി കെയർ. സച്ച് ഹോസ്പിറ്റൽ നിങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ കേട്ടോ. ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ, ജസ്റ്റ് ഒന്ന് വായിക്കേ. സെക്കൻഡറി കെയർ ഒന്ന് വായിക്കട്ടോ. ഓക്കെ, അപ്പൊ വായിച്ചല്ലോ, ക്ലിയർ ആയില്ലോ. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവാണ് കേട്ടോ. എന്താണ് ടെർഷ്യറി കെയർ അല്ലെ, തൃതീയ പരിചരണം നൽകുന്ന ഹോസ്പിറ്റലുകൾ. എന്താണ് പറയുന്നത്? ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ അല്ലെ. മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ ലെവലില് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. അപ്പൊ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ എങ്ങനെയുള്ള കെയറിംഗ് ആയിരിക്കും? സ്പെഷ്യാലിറ്റി കെയർ ആയിരിക്കും കൊടുക്കുക അല്ലെ. സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർസ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാർഡിയാക്ക്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അതിന് പ്രത്യേക കെയർ കൊടുക്കും. അതുപോലെ ന്യൂറോ, നാഡി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നെഫ്രോ അല്ലെ, കിഡ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ക്യാൻസർ, അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ ആർക്ക് കൊടുക്കാൻ പറ്റും? ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിന് കൊടുക്കാനായിട്ട് സാധിക്കും. ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് വിൽ ഹാവ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ആൻഡ് ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്. എന്താണ് പറയുന്നത്? നമ്മുടെ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ് അല്ലെ, അതെല്ലാം തന്നെ ഹൈ അഡ്വാൻസ്ഡ് ലെവലിലായിരിക്കും. അത് മാത്രമല്ല അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നതായിരിക്കും വളരെ ഹൈ ക്വാളിഫൈഡും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അവരുടെയൊക്കെ സേവനമാണ് നമുക്ക് ഇവിടെ കിട്ടാം ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിനകത്ത് കിട്ടുക. അപ്പൊ എന്താ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആൻഡ് ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓഫ് സച്ച് ഹോസ്പിറ്റൽസ് വിൽ ടിപ്പിക്കലി ബി സ്റ്റേറ്റ് ഓഫ് ആർട്ട്. ആ ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള സൗകര്യങ്ങൾ. മനസ്സിലായല്ലോ? സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാലാണ് കേട്ടോ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട്, നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇത്തരം ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനകത്ത് ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, അതുപോലെ ICU ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്താണ്? അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയതായിരിക്കും അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെ നോക്കി കാണുകയാണ്. എക്സാമ്പിള്, ഇൻ ഗവൺമെന്റ് സിസ്റ്റം ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആർ ദ ടെർഷ്യറി കെയർ ലെവൽ അല്ലെ. ഏതാണ് എക്സാമ്പിള്? മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് കേട്ടോ. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പ്രൈമറി കെയറിന് എക്സാമ്പിൾ PHC പറഞ്ഞു അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പറഞ്ഞു. അതുപോലെ സെക്കൻഡറി കെയറിലോട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് CHC പറഞ്ഞു, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതുപോലെ ജില്ലാ ആശുപത്രികള്, ഡിവിഷണൽ ഹോസ്പിറ്റൽസ് പറഞ്ഞു. ടെർഷ്യറിലോട്ട് വരുമ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് അല്ലെ. അപ്പൊ അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് അല്ലെ, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ നിരവധി ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അവിടെ ഉണ്ടാവും. അത് മാത്രമല്ല സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് അവിടെ നിന്ന് കിട്ടും. വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടും. പിന്നെ മെഡിക്കൽ കോളേജ് ആണല്ലേ, അവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്നവരും നഴ്സ് ആവാൻ പഠിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി എക്സ്പേർട്ട് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമുക്കറിയാലോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ സീറ്റ് കിട്ടി പഠിക്കുന്ന ആളുകൾ, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ. വളരെ എന്താ പറയുക, കാലിബർ ഉള്ള പിള്ളേരായിരിക്കും. നല്ല ഭാവിയിൽ നല്ല ഡോക്ടർമാരാകാനായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അല്ലെ ഗവൺമെന്റിലെ മെറിറ്റിലൊക്കെ കയറി പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ അത്രയും നല്ലൊരു എന്താ പറയുക കഴിവുള്ള കുട്ടികളായിരിക്കും അവിടെ. അപ്പൊ അത്തരം മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായല്ലോ?
ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. കൂടുതലൊന്നുമില്ല, തല പകുഞ്ഞ് ചിന്തിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ട് സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. എക്സാമ്പിൾ ഒക്കെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. പ്രൈമറി കെയർ കൊടുക്കുന്നതിന് PHC എക്സാമ്പിൾ ആണ്. സെക്കൻഡറി കെയറിന്റെ എക്സാമ്പിൾ വെച്ച് CHC പറയാം, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പറയാം, അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒക്കെ പറയും. ടെർഷ്യറി കെയർ ആകുമ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എക്സാമ്പിൾ പറയാം. ഇനി അടുത്ത പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ 2 ഫാക്ടർ ഡിസ്കസ് ചെയ്തു കേട്ടോ. മൂന്നാമത്തെ ഫാക്ടറിലോട്ട് ഞാൻ വരികയാണ്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്? ഓരോ ഹോസ്പിറ്റലും ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചും നമുക്ക് ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് എന്താണ്? ഓക്കെ, ഹോസ്പിറ്റൽസ് ക്യാൻ ആൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ദേ ഓഫർ. അതായത് ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റി എന്താണ്, അതിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Hospitals which offer cardiac care are classified as a cardiac hospital. Similarly, which provide cancer care are classified as an onco hospital. ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ, കാർഡിയാക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കെയർ കൊടുക്കണം. ആ ഒരു സ്പെഷ്യൽ കെയർ അവർ ഇതിനായിരിക്കും കൊടുക്കണേ, ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് അതിന്റെ പേര് എന്ത് വന്നു? കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് വന്നു. ഇനി ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസർ ആണ് അല്ലെ. ക്യാൻസർ സംബന്ധമായിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാൻസർ സംബന്ധം. അതേക്കുറിച്ച് കറക്റ്റ് ആണ് കേട്ടോ, സ്റ്റഡി ഓഫ് ക്യാൻസർ. അപ്പൊ ഓങ്കോ ഹോസ്പിറ്റൽ എന്താ കേട്ട് കഴിഞ്ഞാൽ അറിയാം അല്ലെ, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആയിരിക്കും അത്. A hospital can offer one or more specialty, namely single specialty or multi specialty hospital. അപ്പൊ നോക്കിയേ, അവർ ഓഫർ ചെയ്യുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് അവരെങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും തരംതിരിക്കാം. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയുക, കണ്ണാശുപത്രി, ഐ ഹോസ്പിറ്റൽ. ഐ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ വാസൻ ഐ കെയർ ഒക്കെ പോലുള്ള ഹോസ്പിറ്റലില്ലേ, അതൊക്കെ. അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, കണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും. അത് മാത്രമല്ല, അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നിരവധി ഡോക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കും അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. എന്താ? നമ്മുടെ ഈ രാജഗിരി പോലുള്ള ഹോസ്പിറ്റൽ, ആസ്ട്ര മെഡിസിറ്റി, പിന്നെന്താ അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെ ഇല്ല. അവിടെ എന്താ പ്രത്യേകത? നിരവധി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് തന്നെ നിരവധി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതുപോലെ കാർഡിയക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ ഗൈനക്കോളജി ഉണ്ട്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെന്താ നെഫ്രോളജി, ന്യൂറോളജി എന്ന് വേണ്ട എല്ലാ നിരവധി ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. അത് മാത്രമല്ല, അതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നിരവധി ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് തരംതിരിക്കാം. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സിമ്പിൾ സ്പെഷ്യാലിറ്റി. സിമ്പിൾ സ്പെഷ്യാലിറ്റി അല്ല നമ്മള്, സിംഗിൾ സ്പെഷ്യാലിറ്റി കേട്ടോ. സിംഗിൾ ആണ്, സിമ്പിൾ അല്ല, സിംഗിൾ ഒരെണ്ണം കേട്ടോ. പിന്നെന്താ? പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കേട്ടിട്ടില്ലേ? സൂപ്പർ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് അല്ലെ, ഒരു പ്രത്യേക കാര്യത്തിന് മാത്രമായിട്ട് തന്നെ അതില് എന്താ പറയാ സ്പെഷ്യാലിറ്റി ചെയ്യുന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. അതിന് സംഭവമായിട്ട് പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ RCC, റീജിയണൽ ക്യാൻസർ സെന്റർ. ആ പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം അല്ലെ, അതൊരു ക്യാൻസർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിന് സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് RCC. പക്ഷെ അതിൽ തന്നെ പല പല സബായിട്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം ക്യാൻസർ തന്നെ പല ടൈപ്പില്ലേ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ലിവർ ക്യാൻസർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ക്യാൻസർ ഉണ്ട്. അപ്പൊ ഓരോ ക്യാൻസറിനും സബായിട്ട് പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ലിവർ ക്യാൻസർ ആണെങ്കിൽ അതിന് മാത്രമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ്, പിന്നെന്താ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ അതിന് മാത്രമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ്. മൊത്തത്തിൽ എന്താണ്? ക്യാൻസറിന് സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. പക്ഷെ അതിന് സബായിട്ട് പല 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 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് നമ്മുടെ ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വന്ധ്യത ചികിത്സയ്ക്കൊക്കെ ആയിട്ട് അതൊക്കെ ക്രാഫ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതിനകത്ത് തന്നെ പല പല സബായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ മെഡിസിൻ കൊണ്ട് തീർക്കാവുന്നത് ആ രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ് IVF കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം തന്നെ വന്ധ്യത ചികിത്സയായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതിൽ തന്നെ പല പല കേസുകൾ വരും അല്ലെ. അപ്പൊ അതിന് സബായിട്ട് പല പല ഡിപ്പാർട്ട്മെന്റ്സ് വരും. അതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ തിരിച്ചേക്കുന്നത് എന്താണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി അറിയാൻ വേണ്ടി പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും നമുക്ക് തരംതിരിക്കാം.
Also, depending upon the specialty that a hospital offers, the type of resources and its organization is determined. എന്താണ് അവിടെ പറയുന്നത്? ഇത്തരത്തില് എന്ത് സ്പെഷ്യാലിറ്റി ആണോ അവർ ഓഫർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു ഹോസ്പിറ്റലിലെ റിസോഴ്സും സൗകര്യങ്ങളും അതുപോലെ ഓർഗനൈസേഷനും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിക്കാണ്. നമുക്കൊന്ന് എക്സാമ്പിളിലൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ കാർഡിയാക് ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ഐസിയു. എന്താ പറയുന്നത്? ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിന് എങ്ങനെയുള്ള റിസോഴ്സ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം? ഒരു കാത്ത് ലാബ് ഉണ്ടായിരിക്കണം, ഒരു കാർഡിയാക് ഐസിയു ഉണ്ടാവും. കാത്ത് ലാബ് എന്ന് വെച്ചാൽ കാത്തറ്ററൈസേഷൻ ലാബ് എന്ന് പറയും. അതായത് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, പിന്നെന്താ പറയാ പേസ് മേക്കർ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ലാബ് ഉണ്ട് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് കാത്ത് ലാബ് എന്നാണ് പറയുക. കാത്തറ്ററൈസേഷൻ ലാബ് എന്നാണ് കാത്ത് ലാബ് എന്നാണ് പറയുക. അപ്പൊ അത് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ ഒരു കാർഡിയാക് ഐസിയു ഉണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ റിസോഴ്സ് മാറിയില്ലേ? ഒരു കാർഡിയാക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്ത് ഉണ്ടായിരിക്കണം? എങ്ങനെയുള്ള റിസോഴ്സ് അവർക്ക് ഉണ്ടായിരിക്കണം? കാത്ത് ലാബ് ഉണ്ടായിരിക്കണം, കാർഡിയാക് ഐസിയു ഉണ്ടായിരിക്കണം. ഇനി വൈൽ ആൻഡ് ഓങ്കോ ഹോസ്പിറ്റൽ, ഒരു ഓങ്കോ ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കുക, ക്യാൻസർ സംബന്ധമായിട്ടുള്ളത്. ദാറ്റ് വിൽ റിക്വയർ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ്. അവർക്ക് എങ്ങനെയുള്ള യൂണിറ്റ് ഉണ്ടായിരിക്കണം? എങ്ങനെയുള്ള റിസോഴ്സ് ഉണ്ടായിരിക്കണം? റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ്, ആ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഇസ് ഡിറ്റർമിൻഡ്. അവര് നൽകുന്ന സ്പെഷ്യലൈസേഷന് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അവരുടെ റിസോഴ്സസും ഓർഗനൈസേഷനും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു ഫാക്ടറും നമ്മൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഒന്നുകൂടെ പറയാമോ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്താണ് പറയാനുള്ളത്? അതായത് ഓരോ ഹോസ്പിറ്റലും ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹൃദയ സംബന്ധമായ കാര്യങ്ങൾ, അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്തില്ലേ. ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാൻസറിനാണെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത് അല്ലെ, അതിന്റെ സ്പെഷ്യാലിറ്റി ക്യാൻസർ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും തരംതിരിക്കും. ഒരു കാര്യത്തിന് മാത്രം സ്പെഷ്യാലിറ്റി ആണ്, സ്പെഷ്യൽ കെയർ ആണെങ്കിൽ അതിന് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയും. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയും. മനസ്സിലായല്ലോ? അടുത്തൊരു ഫാക്ടറാണ് എന്ത്? ഓണർഷിപ്പ് കേട്ടോ, ഉടമസ്ഥാവകാശം. അത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും അത് നമ്മുടെ ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ 3 ഫാക്ടർ ഡിസ്കസ് ചെയ്തേ. ഇപ്പൊ നമ്മൾ 4ാമത്തിലോട്ട് കടക്കുകയാണ്, ഓണർഷിപ്പ്. നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഓണർഷിപ്പ് അഥവാ ഉടമസ്ഥ അവകാശത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? സിമ്പിൾ ആണ്. എന്താണത്? ഒന്ന് പബ്ലിക് ഹോസ്പിറ്റൽ, രണ്ടാമത്തെ എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇനി അതിന്റെ എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടല്ല. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ് ഓൺ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് മാത്രം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ഗവൺമെന്റ് തന്നെ അതിന്റെയൊക്കെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ എന്താ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കേന്ദ്ര സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ, കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ ഉടമസ്ഥത. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എങ്ങനെ പറയാം കേട്ടോ, പറയാം. അടുത്തത് നോക്കൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പബ്ലിക് ഹോസ്പിറ്റൽസ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ. എക്സാമ്പിൾ ഏതാ പറയുന്നത്? എയിംസ് ആണ് കേട്ടോ. ഏതാ പറയുന്നത്? എയിംസ് ആണ്. അതെ കറക്റ്റ് ആണ് കേട്ടോ. എയിംസിന്റെ ഫുൾ ഫോം അറിയാത്തവര് പൂജ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. മിക്കവർക്കും അറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ മതി കേട്ടോ. മിക്കവർക്കും അറിയാവുന്നതായിരിക്കാം, അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? PGIs. എന്താണ് PGIs? PGI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫുൾ ഫോം ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. റെഡിയാ?
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ, PGIs. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പബ്ലിക് ഹോസ്പിറ്റൽ ആണ്, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽസ് ആണ് ഈ എയിംസും അതുപോലെ തന്നെ PGIs-ഉം. എന്താണ് പൂജ? PGI എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. കിട്ടിയില്ലോ? PGI കിട്ടിയില്ലോ അല്ലെ? പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ, സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽ. ദോസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് സച്ച് ആസ് ദ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, അതായത് ജില്ലാ ആശുപത്രികൾ കേട്ടോ, ജില്ലാ ആശുപത്രികൾ. പിന്നെ എന്താ പറയുന്നത്? ടോട്ടൽ എത്ര ചാപ്റ്റർ? 1ഉം 2ഉം മൊഡ്യൂളിലായിട്ട് 35 ചാപ്റ്റേഴ്സ് കേട്ടോ, 35 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കേട്ടോ, 3ഉം 4ഉം വേറെ വരുന്നുണ്ട്. അപ്പൊ അടുത്തതാണിത് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. ഏതാണ്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്, താലൂക്ക് ആശുപത്രികൾ കേട്ടോ. അതെന്താണ്? ദോസ് മാനേജ്ഡ് ബൈ ദ PGIs. ഒന്നുകൂടെ പറയുമോ? PGI എന്ന് വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. കിട്ടിയോ? ഇനി അടുത്തതാണ് നമ്മുടെ എന്താ പറയാ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് അഥവാ താലൂക്ക് ആശുപത്രികൾ കേട്ടോ. എന്താണ്? ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ജില്ലാ ഭരണകൂടത്തിന് ഭരണകൂടം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ് താലൂക്ക് ആശുപത്രികൾ എന്ന് പറയുന്നത് കേട്ടോ. മൊത്തത്തിൽ കേൾക്കുമ്പോൾ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി ഇതൊക്കെ എന്താണ്? പബ്ലിക് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ PSU ഹോസ്പിറ്റൽ, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. PSU എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകൾ. ദോസ് മാനേജ്ഡ് ബൈ ദ സ്പെസിഫിക് PSU ലൈക്ക് റെയിൽവേ കോൾ ഇന്ത്യ ലിമിറ്റഡ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? റെയിൽവേ ആണ് അല്ലെ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആണ്. സോ അപ്പം ഇന്ത്യൻ റെയിൽവേ ആണ്. ഈ റെയിൽവേ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. ഈ റെയിൽവേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് റെയിൽവേ എംപ്ലോയീസിന് വേണ്ടി മാത്രമല്ല കേട്ടോ, മറ്റുള്ള ആളുകൾക്കും അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? റെയിൽവേ എംപ്ലോയീസിന് അവർക്ക് എന്തുണ്ടാവും? കുറച്ചും കൂടെ പ്രിവിലേജസ് ഉണ്ടായിരിക്കും കേട്ടോ. കിട്ടിയോ? വായിച്ചു നോക്കിയോ നിങ്ങള്? അപ്പൊ ഒന്നുകൂടെ പറയാം, ഒന്നും കൂടെ വായിക്കാം. അപ്പൊ എന്താണ്? ആദ്യത്തെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ, PSU ഫുൾ ഫോം അല്ലെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. കോൾ എന്ന് പറഞ്ഞാൽ കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേട്ടോ. ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. നിങ്ങൾ ESI എന്ന് കേട്ടിട്ടില്ലേ? ESI ഹോസ്പിറ്റൽ കേട്ടിട്ടില്ലേ? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, ESI ഹോസ്പിറ്റൽ, അതൊക്കെ എന്താ പറയാ ഈ പറഞ്ഞ പബ്ലിക് ഹോസ്പിറ്റലിൽ വരുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ റെയിൽവേ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽ, റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട്. നമ്മുടെ എറണാകുളത്തൊക്കെ ഉണ്ട് റെയിൽവേ ഹോസ്പിറ്റൽ. അതുപോലെ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതിന്റെ ഹോസ്പിറ്റൽ ഇല്ല. എനിക്ക് തോന്നുന്നു ആസാമിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആസാം, എനിക്ക് ഉറപ്പില്ല, ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. കോൾ ഇന്ത്യ ലിമിറ്റഡ് അവരുടെ ഹോസ്പിറ്റൽ ഉണ്ട്, ആസാമിലാണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ കേരളത്തിലില്ല. പക്ഷെ റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട് കേട്ടോ, എറണാകുളത്തൊക്കെ ഉണ്ട് റെയിൽവേ ഹോസ്പിറ്റൽസ്. അപ്പൊ PSUവിന്റെ ഫുൾ ഫോം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കേട്ടോ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്.
മനസ്സിലായല്ലോ. അപ്പൊ അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത് എയിംസ് ഉണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്, പിന്നെ PGI അല്ലെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, പിന്നെ നമ്മുടെ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രികള്, പിന്നെ എന്താ പറയാ PSU ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ മീൻസ് പൊതുമേഖല. ESI ഒക്കെ പബ്ലിക് ഹോസ്പിറ്റലിൽ വരുന്നതാണ് കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഹോസ്പിറ്റൽ, ESI ഹോസ്പിറ്റൽസ്, അതൊക്കെ പബ്ലിക് ഹോസ്പിറ്റൽസിൽ വരുന്നതാണ് കേട്ടോ. അതായത് ഗവൺമെന്റ് ഓണർഷിപ്പ് ആണ്, ഗവൺമെന്റ് ആണ് അത് ഓൺ ചെയ്യുന്നത്. അടുത്തതാണ് എന്ത്, പ്രൈവറ്റ്. ESI പാതാളം. അപ്പൊ അറിയാം അല്ലെ, ESI ഹോസ്പിറ്റൽ. പാതാളം എന്ന് പറഞ്ഞിട്ട് ആലുവ അടുത്തുള്ള സ്ഥലമല്ലേ പാതാളം. ശരി. അടുത്തതാണിത്. അടുത്തതാണിത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അതെന്താ? പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ അല്ലെ. പ്രൈവറ്റ് ആയിട്ട് ഒരു വ്യക്തി അല്ലെ, ഒരു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, ഷെയർ ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണത്. അപ്പൊ അതിന് തന്നെ വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലാഭേച്ഛയോട് കൂടിയിട്ട്, മനസ്സിലായോ, ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ്, അതാണ് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ് അല്ലെ. ബിസിനസ് പർപ്പസോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പിന്നെന്താ വരുന്നത്? ഇൻഡിവിജ്വൽ അഥവാ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ്. ഒരു വ്യക്തിഗതമായിട്ട് തുടങ്ങുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ കുറച്ച് പേരുടെ പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. അത്തരം അതൊക്കെ പ്രൈവറ്റ് ആണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഇൻഡിവിജ്വൽ അഥവാ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയാം. അടുത്ത എന്താണ്? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ കേട്ടോ. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ദ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ എന്താ വരുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. നമ്മൾ ആദ്യം ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പറഞ്ഞു അല്ലെ, ലാഭേച്ഛയോട് കൂടി പ്രവർത്തിക്കുന്നത്. അപ്പൊ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ലാഭം ഒരു മുന്നിൽ കാണുന്നില്ല, ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ. ബ്രാക്കറ്റില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് സെയിം ആണ് കേട്ടോ, സെയിം തന്നെയാണ്. പിന്നെന്താണ്? ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാര്യം ഇൻഡിവിജ്വൽസ് തന്നെയാണ്. സ്പീഡ് കൂടുന്നുണ്ട്, ഞാൻ കുറയ്ക്കാം കേട്ടോ. അപ്പൊ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ദ ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ NGO. NGO എന്ന് വെച്ചാൽ എന്താണ്? നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ട്ടോ. പൂജ കറക്റ്റ് ആണ്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. കിട്ടിയില്ലേ? NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഏതല്ലാത്തത് കേട്ടോ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഓർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെ. ചാരിറ്റബിൾ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ അവർക്ക് ലാഭമല്ല, ലാഭം ഉദ്ദേശിച്ചിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഡു നോട്ട് ഹാവ് എ ബിസിനസ് പർപ്പസ് കണക്റ്റഡ് വിത്ത് ഇറ്റ്. അവർക്ക് എന്തുണ്ടാവില്ല? ബിസിനസ് പർപ്പസ് ഉണ്ടാവില്ല. അതേസമയം ഫോർ പ്രോഫിറ്റ് എങ്ങനെയായിരുന്നു? ബിസിനസ് പർപ്പസോട് കൂടിയിട്ടാണ് അല്ലെ. ഒരു ബിസിനസ് പർപ്പസ് ആണെങ്കിൽ അവർക്ക് ലാഭം വേണം. അതേസമയം നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ആപേക്ഷയില്ല. അപ്പൊ നമ്മുടെ അമൃത കൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് തന്നെ പറയുമ്പോൾ ശരിക്കും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്, ഒരു ചാരിറ്റി ഇതായിട്ടാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്തൊക്കെ എല്ലാം ബിസിനസ് മൈൻഡഡ് ആണ് അല്ലെ, എല്ലാം ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയല്ല, ശരിക്കും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അപ്പൊ ഇങ്ങനെയുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചത് പബ്ലിക് ഹോസ്പിറ്റലിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നിന്നും നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് തരംതിരിച്ചു. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ അതിനകത്ത് വരുന്നത് അല്ല. ഇനി നമുക്ക് അടുത്തൊരു ഫാക്ടറും കൂടെ നോക്കാം. എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ. എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ. ഞാൻ പറഞ്ഞു ചികിത്സാ രീതി അല്ലെ, വൈദ്യശാസ്ത്ര രീതി. നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടില് അലോപ്പതി ഉണ്ട്. അമൃത ഹോസ്പിറ്റൽ കൊച്ചി എന്താണ്? അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ആയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ.
വലിയ അങ്ങനെ ലാഭം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നത് പറയാൻ പറ്റില്ല. അമൃത ഹോസ്പിറ്റലൊക്കെ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ബിസിനസ് അതിൻ്റെതായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കാം ജസ്റ്റ് പറഞ്ഞുള്ളൂ. എന്താണ് സിസ്റ്റം ഓഫ് മെഡിസിൻ, അതായത് ചികിത്സാ സമ്പ്രദായം അല്ലെ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം അലോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്. ഇതൊക്കെ വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് അല്ലെ. ആദ്യത്തെ എന്താ പറയുന്നത്? സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. നമുക്കൊന്ന് വായിക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് വായിച്ചു പോകാം നമുക്ക്. ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി എസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. രണ്ട് സിസ്റ്റം ഓഫ് മെഡിസിൻ വന്നിട്ടുണ്ട്. അത് വേണ്ട കേട്ടോ, ഒരെണ്ണം മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല വായിക്കാനായിട്ട്. ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അതായത് നമ്മുടെ അലോപ്പതി ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മരുന്ന് കൊണ്ടുള്ള ആ രീതിയിലുള്ള ചികിത്സാ രീതി, അതാണ് നമ്മുടെ ഇന്നത്തെ മോഡേൺ വേൾഡിൽ കൂടുതലും പ്രചാരത്തിലുള്ളത് അല്ലെ. അതൊരു സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലേ. പിന്നെ ഹവർ ഇൻ ഇന്ത്യ, പക്ഷെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോ ആയുർവേദ, homeopathy and Unani are also acknowledged system of medicine and preferred by many people. പക്ഷെ നമ്മൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ ഈ പറഞ്ഞോളം ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് അല്ലെ സിസ്റ്റം ഓഫ് മെഡിസിൻസ് നിലവിലുണ്ട്. പല ആളുകളും അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലെ. ചിലവർക്ക് ഇംഗ്ലീഷ് മരുന്നിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചിലര് ആയുർവേദമായിരിക്കും കൂടുതൽ അവര് എന്താ പറയാ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ കാര്യം എന്താണ്? ആയുർവേദം വളരെ നല്ലതാണ് അല്ലെ, വേറെ സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് വല്ല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആയുർവേദത്തിന് ചിലപ്പോൾ നമുക്ക് ശരിയായിന്ന് വരില്ല അല്ലെ. ഇപ്പൊ ഒരു അറ്റാക്ക് വരിക അല്ലെങ്കിൽ ഒരു സ്ട്രോക്കോ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ക്യൂർ കിട്ടണമെങ്കിൽ നമുക്ക് എന്തിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും? അലോപ്പതിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അല്ലെ. പക്ഷെ ആയുർവേദ എന്ന് പറയുന്നത് എന്താണ്? വളരെ പുരാതന ഭാരതത്തില് നിലനിന്നിരുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് തരംതിരിക്കാം. പിന്നെ ഹോമിയോപ്പതി അല്ലെ, ഹോമിയോപ്പതിയിലൊക്കെ പറയുന്നത് ബോഡിക്ക് തന്നെ ബോഡിനെ ക്യൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അവരുടെ ആ ഒരു ഇത് പറയുന്നത്. ബോഡിക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങളെ ക്യൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഹോമിയോപ്പതിക്കാർ പറയുന്നത്. യുനാനി പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യുനാനി അല്ലെ, ഒരു ഗ്രീക്കിൽ നിന്നും വന്നിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് യുനാനി എന്ന് പറയുന്നത്. നിങ്ങൾ ഹിപ്പോക്രാറ്റസിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഫാദർ ഓഫ് മെഡിസിൻ എന്നൊക്കെ പറയുന്നത് അതന്നെ. അപ്പൊ യുനാനി അല്ലെ, യുനാനി എന്ന് പറയുന്നത് ശരിക്കും നമ്മള് കേൾക്കുമ്പോൾ ചിലർക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നത് വല്ല അറബിക് മീൻസ് എന്താ പറയാ മുസ്ലിം കൾച്ചറിലുള്ളതാണോ? ശരിക്കും അത് പറയുകയാണെങ്കിൽ ഗ്രീക്കിൽ നിന്നും വന്നിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് യുനാനി എന്ന് പറയുന്നത്. ഈ ഗ്രീക്കിനെ അറബിയിൽ പറയുന്നതാണ് യുനാനി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ആ യുനാനി സിസ്റ്റം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ അതിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരിക്കും, ഞാനിത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ. അപ്പൊ ആയുർവേദ അതുപോലെ തന്നെ പഠിച്ചു, എനിക്കറിയാം. ആയുർവേദ, ഹോമിയോപ്പതി ആൻഡ് യുനാനി ആർ ആൾസോ അക്നോളജ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് ഡിപ്പെൻഡിങ് അപ്പോൺ ദയർ പ്രൊമിനന്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ, പ്രൊമിനന്റ് സിസ്റ്റം ഏതാണോ മുന്നിട്ട് നിൽക്കുന്ന മെഡിസിൻ, നമ്മുടെ ഇന്ത്യയിൽ ഇതെല്ലാം തന്നെ പ്രചാരത്തിലുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എന്തൊക്കെയാണ്? ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ, അലോപ്പതി ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അവിടെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത്? സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ, ചികിത്സാ രീതിക്ക് അനുസരിച്ചാണ്. ആയുർവേദമാണ് ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോ ആണ് നമ്മൾ എടുക്കുന്ന സിസ്റ്റം ഓഫ് മെഡിസിൻ എങ്കിൽ ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ, അതുപോലെ അലോപ്പതിക് ഹോസ്പിറ്റൽ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഈവൻ ദോ സച്ച് ഹോസ്പിറ്റൽസ് ആർ ഫ്യൂ ഇൻ നമ്പേഴ്സ്, there is an increasing interest of people in availing treatment of these system of medicine. കാര്യം അലോപ്പതി ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ അലോപ്പതിയാണ് കൂടുതൽ ആൾക്കാരും എന്താണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ പറഞ്ഞ ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോ ഹോസ്പിറ്റൽ ഇതൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ കൂടിയും എന്താണ് അത്തരത്തില് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ആളുകൾ താല്പര്യരുമാണ്. ശരിയല്ലേ? ചിലർക്ക് ഹോമിയോ പറ്റും. ചില മരുന്നുകൾക്ക്, ചില അസുഖങ്ങൾക്കൊക്കെ ഹോമിയോ വളരെ നല്ലതാണ് അല്ലെ. അപ്പോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക്
ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം ഞാനിത് ഇങ്ങനെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചാലും ക്ലിയർ ആവും, മനസ്സിലാവും കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ. അടുത്തത് ലെങ്ത് ഓഫ് സ്റ്റേ ട്ടോ. 6th ഫാക്ടർ ആണ് ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് താമസത്തിന്റെ ദൈർഘ്യം. താമസത്തിന്റെ ദൈർഘ്യം ആരുടെ താമസത്തിന്റെ? പേഷ്യന്റിന്റെ. നമുക്കൊന്ന് വായിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് സ്റ്റേ ജനറലി നീഡഡ് ഫോർ എ പേഷ്യന്റ്. ആർക്കാണ്? പേഷ്യന്റിന് അല്ലെ. ഇൻ എ ഹോസ്പിറ്റൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആൻഡ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. അതായത് ഒരു പേഷ്യന്റിന് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെലവഴിക്കേണ്ടി വരുന്ന ദിവസങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലർക്ക് കൂടുതൽ കാലം ട്രീറ്റ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, ചിലർക്ക് കുറച്ച് മതി. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാ തിരിച്ചിരിക്കുന്നത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നും അല്ലെ. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് നോക്കിയേ. Patients in short stay hospitals are required to be admitted for a relatively shorter period, such as 1 or 2 days, up to 20 days. Most hospitals that we see in our locality are short stay hospitals. എന്താണ്? ഇത്തരം ഹോസ്പിറ്റൽസില് പേഷ്യൻസിന് എന്താണ്? അവരുടെ ചികിത്സയ്ക്കായിട്ട് കൂടി വന്ന 1-2 ദിവസം, കൂടി വന്നാൽ 20 ദിവസം, അതിൽ കൂടുതൽ പോകില്ല. അത്രയല്ലേ അവർക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പേഷ്യൻസ് ഇൻ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആർ റിക്വയർഡ് ടു ബി അഡ്മിറ്റഡ് ഫോർ എ റിലേറ്റീവ്ലി ഷോർട്ടർ പീരീഡ് സച്ച് ആസ് 1 or 2 days up to 20 days. ഏകദേശം 1-2 ദിവസം, അല്ലെങ്കിൽ മാക്സിമം പോയത് 20 ദിവസം, അത്രയല്ലേ വരുന്നുള്ളൂ. മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആർ ഷോർട്ട് സ്റ്റേ. നമ്മുടെ ചുറ്റുവട്ടത്തും അധികം കാണുന്നത് ഇങ്ങനെ തന്നെയുള്ള ഹോസ്പിറ്റൽസ് ആണ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ കാരണം നമ്മൾ ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, മെഡിസിൻ എടുക്കുന്നു, എന്നിട്ട് മാറാത്ത കേസൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കുറച്ച് ദിവസമൊക്കെ അഡ്മിറ്റ് ആയി കിടന്നൊന്ന് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെ. എന്നാലും ഒരുപാട് ദിവസമൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല. അതിനെയാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് അല്ലെ. എന്തായിരിക്കും ലോങ് സ്റ്റേ? നിങ്ങൾക്ക് എന്നാ കുറിച്ചാൽ അറിയാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. These hospitals offer care that generally requires its patient to stay for a long term, such as months or years in the hospital. ആലോചിച്ച് നോക്കിയേ, ചില ആളുകൾക്ക് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മാസങ്ങളോളം, ഒരുപക്ഷെ വർഷങ്ങളോളം അവർക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടി വരാം? സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കാം. അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ടിപ്പിക്കലി സച്ച് ഹോസ്പിറ്റൽസ് വിൽ ബി മെന്റൽ ഹോസ്പിറ്റൽ, എന്താണ്? മാനസിക രോഗ ഹോസ്പിറ്റൽ അല്ലെ, മനോരോഗ ഹോസ്പിറ്റൽസുകൾ. അവിടെ ചിലപ്പോ കുറെ മനോരോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ കാലങ്ങളോളം ചിലപ്പോൾ ചികിത്സിക്കേണ്ടതായിട്ട് വരും. അതുപോലെ റീഹാബിലിറ്റേഷൻ സെന്റർ, പുനരധിവാസ കേന്ദ്രങ്ങൾ അല്ലെ, പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ജെറിയാട്രിക് കെയർ സെന്റർ. ജെറിയാട്രിക് എന്ന് പറഞ്ഞാല് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സെന്ററുകളാണ് കേട്ടോ. വയോജനങ്ങൾ ഉണ്ടല്ലോ, വയോജനങ്ങള് ഷോർട്ട് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം സ്റ്റേ ചെയ്യേണ്ടി അല്ലെ. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ മാത്രം നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരുന്ന ഹോസ്പിറ്റലുകൾ, നമ്മുടെ സാധാരണ ചുറ്റുവട്ടത്ത് കാണുന്ന ഹോസ്പിറ്റലുകൾ കേട്ടോ. അതാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. ആരെന്നോട് ചോദിച്ചു, നോക്കൂ ഇതെന്താണ്? ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. ജെറിയാട്രിക് എന്ന് വെച്ചാൽ എന്താണ്? വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, പാലിയേറ്റീവ് അല്ലെ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം തന്നെ എന്താണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റലാണ്. കാരണം അവിടെ എന്നൊക്കെ പറഞ്ഞാല് മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റേ ചെയ്യേണ്ടി വരും ട്രീറ്റ്മെന്റിനായിട്ട്. Due to long-term residential needs, these hospitals are built in such a manner that gives it a feel of a home-like environment rather than a hospital. അപ്പൊ ഇത്തരം ഹോസ്പിറ്റലിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഹോസ്പിറ്റലുകൾ ഒരു ഹോംലി ലൈക്ക് എൻവിയോൺമെന്റ് ഉള്ള രീതിയിലായിരിക്കും ബിൽഡ് ചെയ്യുക. അതായത് ഒരു നമുക്ക് എന്താണ്, ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കിടക്കാൻ ആർക്കും ഇഷ്ടമൊന്നുമില്ല ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇത്തരം കുറെ കാലത്തോളം ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അത്തരം ഹോസ്പിറ്റലുകളുടെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ അത്തരം ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരിക്കും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക? ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന രീതിയിൽ അല്ലെ, അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ, അങ്ങനെ അത്തരം ഹോസ്പിറ്റലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് സമയം പോയില്ലേ, ഒരുപാടായില്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു
ഇത്രയും ഫാക്ടേഴ്സ്, ഫുൾ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോ ഞാൻ പറയട്ടെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ നമ്മൾ സൈസിനെ 6 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് സൈസ്, പിന്നെന്താ പറയാ ലെവൽ ഓഫ് കെയർ, പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, പിന്നെന്താണ് ഓണർഷിപ്പ്, പിന്നെന്താ പറഞ്ഞ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ. അങ്ങനെ 6 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്തു. സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് അതോ സ്പെഷ്യൽ സെന്റർ ഓൺലൈൻ ആയിരിക്കും, ഓൺലൈൻ എക്സാം ആയിരിക്കും. അപ്പൊ നോക്കൂ, നമ്മള് ഇന്ന് സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസിലെ ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ. പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് സിംഗിൾ സ്പെഷ്യാലിറ്റി, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി. ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് പബ്ലിക് ഹോസ്പിറ്റല്, പ്രൈവറ്റ് ഹോസ്പിറ്റല്. പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിൻസ്, ചികിത്സാ രീതി, ആയുർവേദ ഹോസ്പിറ്റല്, ഹോമിയോപ്പതി ഹോസ്പിറ്റല്, യുനാനി ഹോസ്പിറ്റൽസ്, അലോപ്പതി ഹോസ്പിറ്റൽസ് എന്നിങ്ങനെയൊക്കെ തിരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ, അതായത് പേഷ്യന്റിന് സ്റ്റേ ചെയ്യുന്ന ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിൽ നിന്നും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നും നമ്മൾ തരം തിരിച്ചു. ക്ലിയർ ആയല്ലോ? ഉണ്ടാവും കേട്ടോ സന, എല്ലാ ക്ലാസ്സും റെക്കോർഡഡ് ഉണ്ടാകും. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. പിന്നെ നമുക്കിനി കുറച്ച് അബ്രീവിയേഷൻ എന്താണ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒന്നുകൂടെ പറയാമോ മിസ്? ഏതാണ് മോനെ സ്റ്റാർട്ടിങ്ങിലുള്ളത് അല്ലെ? സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാം ഇവിടെ അല്ലെ. 6 കാര്യങ്ങളല്ലേ, 6 ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ 6 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തത്. എന്തൊക്കെയാണ്? സൈസ് ഒന്ന് കേട്ടോ. ലെവൽ ഓഫ് കെയർ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, ഓണർഷിപ്പ്, പിന്നെന്താണ് സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അത് ഓരോന്നും നമ്മൾ കണ്ടു. എന്താണ് ഫഹദ്, എനിക്ക് ക്ലിയർ ആയില്ല. അലൂംസോ? അലൂംസ് എന്ന് വെച്ചാൽ ഒന്നോട്ട് മെസ്സേജ് ഇട്ട്. എന്തിന്റെ ഫുൾ ഫോം ആണ്? ഏതായിരുന്നു? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എയിംസ് ആണോ ഉദ്ദേശിച്ചത്? എയിംസ്. ഓക്കെ ക്ലിയർ. എയിംസ് എന്ന് പറഞ്ഞാല് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ് കേട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PSU എന്ന് പറഞ്ഞാല് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സ്ഥാപനങ്ങളില്ലേ, അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പൊതുമേഖലയുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽസുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഇനി കുറച്ചൊരു അബ്രീവിയേഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് പഠിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാനിത് നിങ്ങൾക്ക് ഒന്നും വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ വീട്ടിലിരുന്ന് നല്ലപോലെ വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ക്ലാസ് കാണാത്തവര് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം കേട്ടോ. റെക്കോർഡഡ് ക്ലാസ്സുകൾ ചിലർക്ക് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അവര് റെക്കോർഡഡ് ക്ലാസ് ഒന്ന് കണ്ടിട്ട് ഒന്ന് ഒത്തുനോക്കി വായിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നെക്സ്റ്റ് ചാപ്റ്റർ ആണോ? നെക്സ്റ്റ് ചാപ്റ്റർ മിക്കവാറും ലബോറട്ടറി സർവീസസ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ തുടങ്ങാൻ പോകുന്നത് ലബോറട്ടറി സർവീസസ് ആണ്. ചാപ്റ്ററിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തില്ലല്ലോ. നമ്പർ ഞാൻ ലബോറട്ടറി സർവീസസ് കേട്ടോ. ചാപ്റ്റർ ഞാൻ നോക്കിയിട്ട് പറയാം. 18 ആണോ? അതെ അതെ കറക്റ്റ് ആണ്, ശരിയാണ് കേട്ടോ സംശയം, ഞാൻ ഓർത്തില്ല. 18 ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 18 ലബോറട്ടറി സർവീസസ് ഉണ്ട്. അതായിരിക്കും ഞാൻ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഈ ക്ലാസ്സിന്റെ അവസാനം കുറച്ചൊരു അബ്രീവിയേഷൻസ് ഉണ്ട്, ചുരുക്കെഴുത്തുകളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ടായിരിക്കും അടുത്ത ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോ നമുക്ക് ഇന്നത്തെ റെക്കോർഡഡ് ക്ലാസ് നേരത്തെ അപ്ലോഡ് ചെയ്യുമോന്നോ? ഞാനല്ല അപ്ലോഡ് ചെയ്യുന്നത്, ഇവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫുകാരാണ് അപ്ലോഡ് ചെയ്യുന്നത്. അവരോട് പറയാം. ഇത്രയുള്ളൂ കേട്ടോ.
ഒത്തിരി ക്ലാസ്സുകൾ റൺ ചെയ്യുന്നതല്ലേ, അപ്പൊ അപ്ലോഡ് ചെയ്ത് വരുന്ന ആരും എനിക്കറിയില്ല അതിനെ കുറിച്ച്. ടെക്നിക്കൽ ആരോട് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ ഇന്നലെ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു അല്ലെ, മിലു മിസ്സിനോട് പറഞ്ഞിരുന്നു തോന്നുന്നത്. ടൈം കിട്ടുന്നില്ല. ഓക്കെ, ടൈം കിട്ടുന്നില്ല. ആ ആ ശരിയാണ്, ടൈമിനൊക്കെ നമുക്കറിയാം ടൈം മാനേജ്മെന്റ് ഒരു പ്രത്യേക ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. കുടുംബവും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ടൈം മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്ത് ചെയ്യാം, നമ്മൾ ആ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ പഠിക്കണം കേട്ടോ. അതിനൊക്കെ ആ മക്കളുണ്ട്, അറിയാം. നമുക്കറിയാലോ, നമ്മൾ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. നമുക്കറിയാമല്ലോ, ഒന്നിനും സമയമൊന്നും ഉണ്ടാവില്ല പല കാര്യങ്ങൾക്കും, പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും ടൈം കണ്ടെത്തണം. കുട്ടികളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ കുറച്ചും കൂടി ടൈമൊക്കെ കിട്ടും. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആയി പോകും. നമുക്കൊരു ജോലിയൊക്കെ വേണ്ടേ, നമ്മളിങ്ങനെ വീട്ടിൽ മാത്രം കുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ, മുന്നോട്ട് പോണ്ടേ. അതൊക്കെ ഒരു സൈഡിൽ കൂടെ വരും എന്ന് വിചാരിക്കാം. അപ്പൊ ശരി ട്ടാ. അപ്പൊ നമ്മൾ അടുത്ത Thank you, Miss. ക്ലാസ്. അപ്പൊ take care. Thank you, Miss. Bye. Thank you, Miss. Thank you, Miss. Okay, thank you. Thank you, Miss. Thank you, Miss.